ലഹരി വിരുദ്ധ നയത്തിൽ സർക്കാരിന് ഇരട്ടത്താപ്പ്. വേണമെങ്കിൽ ബക്കാടിക്ക് 251% ടാക്സിൽ വിൽക്കാമായിരുന്നു. പിന്നെ എന്തിന് നിങ്ങൾ അബ്കാരി ചട്ടം ഭേദഗതി പ്രത്യേക വകുപ്പുണ്ടാക്കി? കേരളത്തിലെ ടാക്സ് സ്ലാബ് അനുസരിച്ച് വിറ്റാൽ അവർക്ക് ലാഭം കിട്ടില്ല. മദ്യത്തിന് വീര്യം കുറഞ്ഞാൽ വീടുകളിലെ സമാധാനത്തിന് വീര്യം കൂടുമോ? വൻകിട മദ്യ കച്ചവട മുതലാളിമാർക്ക് ഈ നാട്ടിൽ ആര് നശിച്ചാലും കുഴപ്പമില്ല, ഏത് വീട്ടിൽ കണ്ണിൽ വീണാലും കുഴപ്പമില്ല. നമുക്ക് നിരോധനമല്ല വേണ്ടത്, ശരിയായ ഒരു നയം. ലഹരിമുക്ത കേരളത്തിന് മുകളിലാണോ സർക്കാരിന്റെ പുതിയ മദ്യ പരീക്ഷണങ്ങൾ? ഈ മദ്യം ഉപയോഗിക്കുന്നവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ കേരളത്തിൽ? ഭീകരവാദം ഉൾപ്പെടെ മയക്കുമരുന്ന് ഉൾപ്പെടെ ഏറ്റവും വലിയ രാജ്യത്തെ കമ്പോളം കേരളമായി മാറിയത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് തമ്മിൽ ബൈ SKN. കേരളത്തിൽ എന്നും ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ ജനങ്ങളുടെ മദ്യപാനാസക്തി. മദ്യപാനാസക്തി ജനങ്ങളെ കുറയ്ക്കാനുള്ള വഴികളിൽ ഒന്നായി കാണുകയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി കുറയ്ക്കുക എന്നുള്ളത്. എന്നാൽ അത് മാത്രമാണ് ലക്ഷ്യം. ഈ ചർച്ചയുടെ ആദ്യ ഭാഗം ഇന്നലെ നിങ്ങൾ കണ്ടു. ഇന്ന് അതിന്റെ അവസാന ഭാഗം ചർച്ചയിലേക്ക്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇവരാണ് KPCC വക്താവ് രാജു പി നായർ, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, മദ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചാർലി പോൾ, എറണാകുളം സൺറൈസ് ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രഞ്ജിനി കുര്യൻ, KCBC മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയും വക്താവുമായ പ്രസാദ് കുരുവിള, റിട്ടയർഡ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ G മുരളീധരൻ നായർ, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ LC ഉമ്മൻ, CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി, കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പ്രദീപ്, 2025 മിസസ് സൗത്ത് ഇന്ത്യയും തമ്മനം ആർഷ ബോട്ടിക്കുടമയുമായ ജയലക്ഷ്മി D, ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് സ്ഥാപകൻ ഫിലിപ്പോസ് പടിക്കൽ, വീര്യം കൂടിയതും ഗുണമേന്മയുള്ളതുമായ മദ്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന വ്യക്തിയും അഡ്വർടൈസിംഗ് കമ്പനി ഉടമയുമായ സന്തോഷ് പാറയിൽ, കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് BBA LLB ഓണേഴ്സ് വിദ്യാർത്ഥിനി നാൻസി R. LDF മദ്യനയം ഉണ്ടായപ്പോൾ 2022-23 രൂപീകരിച്ച മദ്യനയത്തിൽ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരണം, അത് വീര്യം കൂടിയ മദ്യത്തെ നിരുത്സാഹപ്പെടുത്താൻ എന്നുവേണ്ടി ഒരു നയം കൊണ്ടുവന്നു. അതിന്റെ പ്രകാരം ശ്രീ MV ഗോവിന്ദൻ, അതിന് മുമ്പ് തന്നെ MV ഗോവിന്ദന് ബക്കാടി ഉൾപ്പെടെയുള്ളവർ കത്ത് കൊടുത്തു, അപേക്ഷ കൊടുത്തു, ഇത്ര പോലത്തെ വീര്യം കുറഞ്ഞ മദ്യം ഇതിയാണ്. അപ്പൊ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞ പ്രത്യേക സ്ലാബ് ഉണ്ടാക്കാനും അതിന് പേരുണ്ടാക്കാനും ആവശ്യപ്പെട്ട് MV ഗോവിന്ദൻ നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം പഠിച്ചതിന് ശേഷം അബ്കാരി ചട്ടത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ട് MP രാജേഷ് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് പ്രത്യേക കാറ്റഗറിയാക്കി. എന്നാൽ ടാക്സ് നിശ്ചയിച്ചില്ല. ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഒരു ടാക്സ് സ്ലാബ് നിശ്ചയിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രപ്പോസൽ എന്താ? ബിയറിനും വീര്യം കൂടിയ മദ്യത്തിനും ഇടയ്ക്ക് ഉള്ള ടാക്സ് നിശ്ചയിച്ചു കൊടുക്കണം. അതുകൊണ്ട് ബിയറിനും ഇതിനോടൊക്കെയുള്ള ടാക്സ് 120-175 ആയിട്ട് തീരുമാനിച്ചു. ഇതാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ നയം വന്നിട്ടില്ലല്ലോ. സർക്കാരിന്റെ നയം വന്നിട്ടില്ലല്ലോ. ഒരു സെക്കൻഡ് ആ നയം തെറ്റാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം? ഒരു സെക്കൻഡ്, ആ നയം എന്താ നിങ്ങളുടെ പ്രശ്നം? പച്ചക്കള്ളം ഇങ്ങനെ എന്താ പ്രശ്നം? ആ നയം തെറ്റാണെന്ന് മറുപടി പറഞ്ഞാൽ പോകാൻ പറ്റും. അല്ല, അതിന് അദ്ദേഹം മറുപടി പറഞ്ഞാൽ പോകാൻ പറ്റും. വളരെ പച്ചക്കള്ളല്ലേ പറഞ്ഞു. MV ഗോവിന്ദന്റെ MP രാജേന്ദ്രൻ വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഹോർട്ടി വൈൻ ഉൾപ്പെടെയുള്ള അപ്പോഴും ടാക്സ് കുറച്ചില്ല. 251% ടാക്സ് ആക്കി തന്നെ നിലനിർത്തി. ഹോർട്ടി വൈനുകൾ നിലനിർത്തി. അല്ല, തെറ്റാണ്. സിമ്പിൾ ആണ് കാര്യം. 2017 മുതൽ കേരളത്തിൽ ഒരു കമ്പനി, ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്, അവരെന്തേ കേരളത്തിൽ വരായിരുന്നത്? കേരളത്തിലെ ടാക്സ് സ്ലാബ് അനുസരിച്ച് വിറ്റാൽ അവർക്ക് ലാഭം കിട്ടില്ല. കഴിഞ്ഞ 10-12 വർഷമായി അവര് പരിശ്രമിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ നേതാവ് VD സതീശൻ വന്നപ്പോ 2.25 മണിക്കൂർ കൊണ്ട് ആ പേപ്പർ ടാക്സ് നിശ്ചയിച്ചു കൊടുത്തു. അതാണ് ഉണ്ടായത്. 12 വർഷമായി ബക്കാടി കമ്പനി പുറകെ ഉണ്ട്. പക്ഷേ ഈ ടാക്സ് സ്ലാബ് നിശ്ചയിച്ചു കൊടുത്തിരുന്നില്ല.
LDFന്റെ സർക്കാർ 251% ടാക്സ് ആയി തന്നെ പോകണമെന്ന അഭിപ്രായമായിരുന്നു. ഇവർ വന്നപ്പോ ഒറ്റ മണിക്കൂർ കൊണ്ട് ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒന്ന്, 251% തന്നെ നിലനിർത്തണമായിരുന്നെങ്കിൽ എന്തിനാണ് MV ഗോവിന്ദനും MB രാജേഷും കൂടി പ്രത്യേകമായിട്ടൊരു വിഭാഗം ഞാൻ പറയട്ടെ പറഞ്ഞു. എന്തിനാണ് പ്രത്യേകമായിട്ട് കാറ്റഗറൈസ് ചെയ്തത്? നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാതെ 251% മാത്രമായിട്ട് വെക്കായിരുന്നല്ലോ. ഇനി 2, നിങ്ങൾ കാറ്റഗറൈസ് ചെയ്തു. നിങ്ങൾ കാറ്റഗറൈസ് ചെയ്തിട്ട് 251% നിങ്ങൾക്ക് നിലനിർത്തായിരുന്നല്ലോ. ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് 116 ആയി കഴിഞ്ഞാൽ കുറച്ചു നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കായിരുന്നില്ലേ? നിങ്ങൾ എന്താണ് കാറ്റഗറൈസ് ചെയ്തിട്ട്? ചോദ്യം വ്യക്തമാണ്. നിങ്ങൾ എന്തിന് ആദ്യം ഒരു കാറ്റഗറി പ്രത്യേകം ഉണ്ടാക്കി? അബ്കാരി ചട്ടം ഭേദഗതി ചെയ്തു. 2, നിങ്ങൾ ആ കാറ്റഗറി കൊണ്ടുവന്നു. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ അതിനും ടാക്സ് 251 നിങ്ങൾക്ക് തീരുമാനിക്കായിരുന്നല്ലോ. അത് തീരുമാനിച്ചില്ല. എന്തുകൊണ്ടാണ് ചെയ്തത് ഒന്ന് പറയൂ. ശരി, കേരളത്തിൽ 42% ആൽക്കഹോൾ ശതമാനത്തിലായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ ഞാൻ കേട്ടില്ല രാജു പി നായർ. അപ്പോ കേരളത്തിൽ 42%-ായിരുന്നു ഇത് വിൽക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ വിറ്റിരുന്നത് 250%. ബെക്കാഡി കമ്പനി കേരളത്തിൽ വന്നു, എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വൈനോ ബിയറോ അല്ല, ഞങ്ങൾക്ക് ടാക്സ് കുറച്ച് തരണം, പക്ഷേ ഞങ്ങളിൽ 4% മുതൽ 10% വരെയാണ്. കാറ്റഗറി ഏതാണ് എന്ന് എക്സൈസ് കമ്മീഷനോട് ചോദിക്കണ്ടേ, അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കണ്ടേ? ആ ചോദ്യത്തിനാണ് ഞങ്ങളുടെ നയമനുസരിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ലളിതമാണ്, ഇവിടെ ലളിതമാണ് കാര്യം. ബെക്കാഡി കമ്പനിക്ക് വേണമെങ്കിൽ 251% ടാക്സോട് കൂടി ഇത് മദ്യമാണ് എന്ന് അംഗീകരിച്ച് വിൽപ്പന നടത്താൻ പറ്റും. അവർക്ക് ലാഭം കിട്ടില്ല. അവർക്ക് ലാഭം ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ ടാക്സ് കുറയ്ക്കലാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ എന്ത് പെട്രോളിന്റെ അധിക നികുതി അല്ലെങ്കിൽ ഡീസലിന്റെ അങ്ങ് പറഞ്ഞ വാദം തന്നെ പറയുന്നല്ലോ. അങ്ങ് പറഞ്ഞ മദ്യമാണോ നിങ്ങളുടെ ഏറ്റവും അടിയന്തര പ്രശ്നം? അങ്ങ് പറഞ്ഞ വാദം തന്നെ ഞാൻ എടുക്കുന്നു. ഒരു മിനിറ്റ്, അങ്ങ് പറഞ്ഞ വാദം തന്നെ ഞാൻ എടുക്കുന്നു. വേണമെങ്കിൽ ബെക്കാഡിക്ക് 251% ടാക്സിൽ വിൽക്കാമായിരുന്നു. പിന്നെ എന്തിന് നിങ്ങൾ അബ്കാരി ചട്ടം ഭേദഗതി പ്രത്യേക വകുപ്പുണ്ടാക്കി? അതിനല്ല, അത് ബെക്കാഡിക്ക് വേണ്ടിയല്ല. നഷ്ടപ്പെട്ടു പോകുന്ന ഗോവയിലും മറ്റുമുള്ള കശുമാങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫെനി എന്ന് പറയുന്ന മദ്യമുണ്ട് ഗോവയിൽ. നമ്മുടെ കേരളത്തിലും കശുമാങ്ങ ഒരുപാടുണ്ട്. നമുക്ക് ഈ മാർഗം ചോദ്യം ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് ബാർ നിരോധിച്ച് അതിനൊപ്പമായിരിക്കും നിങ്ങൾ എഴുതി വെച്ചോ. കേരളം നശിക്കാനുണ്ടായ കാരണം മദ്യത്തിന്റെ കാര്യത്തിലെ ഇപ്പൊ ഇത്രയും ഈ ബഹളം ഉണ്ടായത് 1996 AK ആന്റണി ചാരായം നിരോധിച്ചു. അന്ന് ഒരു ബോട്ടിലും ഉണ്ടായിരുന്നു ചെറിയ ബാഗ് കവർ ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കവർ. വളരെ വിലക്കുറവ് കിട്ടും. സാധാരണക്കാർ കൂലി വേലക്കാരും പണിക്ക് പോകുന്നവരും മില്ലി വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിർത്തി വിദേശ മദ്യം വന്നു. അന്ന് വന്നപ്പോഴത്തേക്കാണ് ഈ കൂടുതൽ ചെലവ് വരികയും ഇപ്പോഴത്തേക്ക് കുടുംബ ബഡ്ജറ്റ് തന്നെ തകരുന്നത്. ആദ്യം ഈ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ കോൺഗ്രസ്സുകാരാണ്. രാഷ്ട്രീയം പറയല്ല, ആന്റണി സർക്കാർ ചെയ്ത കുടുംബ ബഡ്ജറ്റ് ഇത് വേണ്ട ഐറ്റം തന്നെയാണോ? പിന്നെ ഈ AK ആന്റണി പിന്നെ കേന്ദ്രത്തിൽ പോയി. ഈ ചാരായം നിരോധിച്ച ആള് കേന്ദ്രത്തിൽ പോയി മന്ത്രിയായി. പട്ടാളക്കാരെ കൊടുക്കാനുള്ള ആ റേഷനിങ് നിർത്തിയോ? പെൻഷൻ പറ്റിയാൽ അവർക്ക് കൊടുക്കും. പെൻഷൻ പറ്റിയാലും അവർക്ക് കൊടുക്കുന്നുണ്ട് മദ്യം. സർവീസിലിരിക്കുമ്പോൾ മാത്രമല്ല, അതിപ്പോഴും ഉണ്ട്. ഒരു സർക്കാർ മാറ്റാൻ പറ്റുന്നല്ല.
ഓക്കെ ഓക്കെ മാറി മാറി വരുന്നത് ഒരു സർക്കാർ മോദിക്ക് പോലും മാറ്റില്ല. ഈ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞത് സാറ് പറഞ്ഞ പോലെ ഇല്ല. ആൽക്കോളിനോട് അഫിനിറ്റി ഉള്ള ബ്രെയിൻ കെമിസ്ട്രി ഉള്ള ആൾക്ക് ഫസ്റ്റ് പെഗ് തന്നെ ഡേഞ്ചറസ് ആണ്. അവരുടെ MDMA പോലുള്ള വസ്തു ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ അഡിക്ഷൻ കൊണ്ടുവരുന്ന സാധനമാണ്. അതുകൊണ്ട് അതിന് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പേര് ഈ വിഷയത്തെ അല്ലല്ല ഉത്തരവാദിത്തമുള്ള താങ്കൾക്ക് ഒരു റിപ്ലൈ സിന്ധുമോളുടെ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയിൽ ഇതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വവും സാമൂഹിക ഉത്തരവാദിത്വവും തമ്മിൽ കണക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. പോയിന്റ് 1, IMFL പകരമായിട്ട് ഈ 251% പകരമായിട്ട് വരുന്ന ഒരു വിപണിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പുതിയ ഉപഭോക്താക്കളെയും പുതിയ വിപണിയെയും കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ സർക്കാരിന് നഷ്ടമാണ്. ആ പുതിയ വിപണിയും പുതിയ ഉപഭോക്താക്കളും, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോ മിണ്ടിയില്ലല്ലോ, ആ പുതിയ വിപണിയും പുതിയ ഉപഭോക്താക്കളും, ഞാൻ പറയട്ടെ ഇത് കൊണ്ടുവരുമ്പോൾ പുതിയ വിപണിയും പുതിയ ഉപഭോക്താക്കളെയും കണ്ടെത്തേണ്ടി വരും. ആ വിപണിയും ഉപഭോക്താക്കളും ആരാണ്? ഒന്ന്, അതിലേക്കാണ് ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അത് ഇവിടുത്തെ യൂത്ത് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 2, ആ യൂത്തിലേക്ക് എത്തുമ്പോൾ ഇന്നിവിടെ നടക്കുന്ന റോഡ് അപകടങ്ങളുടെ ഉൾപ്പെടെയുള്ള കൊലപാതകങ്ങളുടെ ഉൾപ്പെടെയുള്ള ഹിസ്റ്ററികൾ, നിങ്ങൾ 24 ഉൾപ്പെടെ ഇവിടെ മയക്കുമരുന്നിനും മദ്യത്തിനും എതിരെ പ്രചരണം നടത്തുന്നില്ലേ? എത്രയോ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു. നമ്മൾ ഉത്തരവാദിത്ത ബോധത്തോടെ ഇടപെടുമ്പോൾ കാണുന്നത് എന്താണ്? ഇത് രണ്ടും ഇവിടുത്തെ യൂത്തിനെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് കൂടാൻ പോവുകയാണ്. എന്താണ് ഇവിടെ സർക്കാരിന്റെ ഉത്തരവാദിത്വം? ഇവിടെ ഹെൽത്ത് അസസ്മെന്റ് സ്റ്റഡി എന്താണ് ഇവർ നടത്തിയിരിക്കുന്നത്? ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യ വിദഗ്ധരോടോ രാഷ്ട്രീയക്കാരോടോ പൊതുജനങ്ങളോടോ അഭിപ്രായ സർവേ എടുത്തിട്ടുണ്ടോ? ഇത്തരം ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് വെറുതെ അങ്ങ് മദ്യം വിറ്റ് സമൂഹത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതല്ല. കാര്യങ്ങളുണ്ട്. ഒന്ന്, ആൽക്കഹോൾ എടുത്തിട്ട് ഒരു രോഗാവസ്ഥയിലായി കഴിഞ്ഞാൽ വീര്യം കൂടിയത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വീര്യം കുറഞ്ഞത് കൊടുത്താൽ ഒരു രീതിയിൽ വേശത്തില്ല. അപ്പൊ അവർ കൂടുതൽ കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി വരും. അത് തന്നെയല്ലേ അവർക്ക് ആ വീര്യം കുറയുന്ന അനുസരിച്ച് വിഡ്രോവൽ, സീഷറായിട്ടും ഡെലീറിയം ആയിട്ടും അല്ലെങ്കിൽ ഡിസോറിയന്റേഷൻ ആയിട്ടൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ തലച്ചോറാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ എനിക്കിപ്പോ ഒരു പെഗിൽ നിർത്തണമെന്ന് എനിക്ക് തോന്നിയാലും എന്റെ തലച്ചോറ് സമ്മതിച്ചെന്ന് വരത്തില്ല. തലച്ചോറ് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് പ്രേരിപ്പിക്കും. കാരണം അത് ആ ന്യൂറോ കെമിസ്ട്രി എങ്ങനെയാണോ ഒരാളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് പറ്റാതെ വരുന്നത്. കാരണം റെസ്പോൺസിബിൾ ആയിട്ട് കുടിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ ഈ സാധനകത്ത് എന്ന് കഴിയുമ്പോഴത്തേനും നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിൽക്കില്ല, തലച്ചോറ് നിയന്ത്രണം ഏറ്റെടുക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എക്സൈസ് അതായത് നമ്മുടെ ഡിഅഡിക്ഷൻ സെന്റേഴ്സ് മൊത്തം റൺ ചെയ്യുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതൊരു പക്ഷേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്താൽ, അത് തന്നെയല്ല അതിന്റെ ഒരു ലീഡർഷിപ്പ് ഒരു സൈക്കാട്രിസ്റ്റിനെ ഏൽപ്പിച്ചാൽ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. കാരണം മാഡം പറയുന്നത് തെറ്റാണ്. ഉദ്യോഗസ്ഥർ ഈ രോഗികളെ അവിടെ കൊണ്ടാക്കുന്നേ ഉള്ളൂ, ബാക്കി എല്ലാം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹെൽത്ത് ഹോസ്പിറ്റൽസ് അറ്റാച്ച് ചെയ്താണ്, അല്ലാതെ ഞങ്ങളല്ല ചികിത്സിക്കുന്നത്. പക്ഷേ അവിടെ സൈക്കാട്രിസ്റ്റിന്റെ സേവനം വളരെ കുറവാണ് കിട്ടുന്നത്. അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന സൈക്കാട്രിസ്റ്റ് അല്ല. പല സ്ഥലങ്ങളിലും പല വിമുക്തി സെന്റേഴ്സിലും മേൽനോട്ടം വഹിക്കുന്ന സൈക്കാട്രിസ്റ്റ് അല്ല. അപ്പൊ അങ്ങനെയുള്ളവരെ അതിന് കാരണം ഒരു സൈക്കാട്രിയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ഡിഅഡിക്ഷൻ എന്ന് പറയുന്നത്. അവരെ മേൽനോട്ടം ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഈ കഴിഞ്ഞ ആഴ്ചയിലും ഒരിടത്ത് അപ്പോയിന്റ്മെന്റ് നടന്നത്, ആ പർട്ടിക്കുലർ വ്യക്തിയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി 10 ദിവസം ട്രെയിനിങ് കൊടുത്തേച്ച് അങ്ങോട്ട് വിട്ട് ട്രീറ്റ്മെന്റിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ എങ്ങനെ ട്രീറ്റ്മെന്റ് ശരിയാകും? അത് തന്നെയല്ല ഇതിന്റെ ഫോളോ അപ്പും പ്രധാന കാരണം അത് തന്നെയാണ്. ഇപ്പൊ ഈ വീര്യം കുറഞ്ഞ മദ്യം വന്നത് ഇത് മുഴുവൻ മലയാളികൾ കുടിച്ചു തീർക്കുമെന്നല്ല നമ്മൾ കരുതണം. അങ്ങനെന്താ ഉദ്ദേശിക്കുന്നത്? ഇഷ്ടംപോലെ ഫോറിനേഴ്സ്, ടൂറിസ്റ്റുകള്, ഡൊമസ്റ്റിക്, അവർക്ക് ഗുണം ചെയ്യും സാർ. അവര് ഇപ്പൊ രാത്രി ഒരു ചെറിയ അങ്ങനെ അനുഭവത്തിൽ ചോദിച്ചാൽ അവർക്ക് വീര്യം കുറഞ്ഞതാണോ വേണ്ടത്? വീര്യം കുറഞ്ഞത് അവർ ഒരുപാട് പേര് ആവശ്യപ്പെടാറുണ്ട്. അവര് മെയിൻലി ബിയറിലേക്കാണ് പോകുന്നത് ടൂറിസ്റ്റുകൾ മിക്ക. കാരണം നമ്മുടെ ക്ലൈമറ്റ് എപ്പോഴും ചൂടാ, മഴക്കാലാണെങ്കിലും ചൂടാണ്. ബിയറിലേക്കാണ് അവർ കൂടുതൽ പോകുന്നത്. ഒരുപാട് പേര് ബക്കാടി ബ്രിസർ ഇവിടെ ചോദിക്കാറുണ്ട്. കാരണം ഗോവയിൽ പോയിട്ടും ബാംഗ്ലൂർ പോയിട്ടും ഒക്കെ വരുന്ന ആളുകൾ ഇവിടെ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഇത് കൊടുത്തുകൂടാ? കാരണം ഇതിൽ അഴിമതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അഴിമതി എല്ലായിടത്തും ഉണ്ട്. ഇത് വി ഹാവ് ടു സെൽ ഇറ്റ്. അങ്ങനെ അഴിമതിയെ കുറിച്ച് കാണരുത്. ചക്രക്കുടമല്ലേ? ചക്രക്കുടമാണ് എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഒരു ചക്രക്കുടം കൈയിട്ട് കഴിഞ്ഞാൽ കേട്ടോ. LDF UDF അല്ല. എനിക്ക് ഈ രാഷ്ട്രീയക്കാരോട് ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ. ഈ സഖാവ് ഉണ്ട്, മറ്റേ DCCയുടെ ഭാരവാഹിയുണ്ട്, പിന്നെ സിന്ധുമോളോട് പോയി 3 പാർട്ടി 3 ഗ്രൂപ്പിന്റെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ സത്യമായിട്ട് പറയാൻ പറ്റുമോ? ഈ മദ്യം ഉപയോഗിക്കുന്നവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ കേരളത്തിൽ? BJPക്കോ
UDF-നോ അത് അടുത്ത ഇലക്ഷൻ ചോദിച്ചാ പോരെ? അതിന് അല്ല ഇപ്പൊ പറയട്ടെ ഞങ്ങൾക്ക് ആ. അല്ല മദ്യം ഉപയോഗിക്കുന്നവരുടെ വോട്ട് വേണമെന്ന് വെറുതെ പറയുന്നത്. അല്ലല്ല തിരിച്ച് താങ്കളോട് ഒരു ചോദ്യം. ഞാനൊരു ചോദ്യം അല്ല ഇത് തന്നെ മദ്യം വെക്കുന്നുണ്ട് അതന്നെ, തിരിച്ച് നിങ്ങളുടെ തിരിച്ച് നിങ്ങൾ ചോദിക്കട്ടെ. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ല ഞാൻ പറയട്ടെ തിരിച്ചു പറയാം പറയട്ടെ ശരി രാഷ്ട്രീയക്കാര് മദ്യം വിൽക്കുന്നവരുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നതിന് മുന്നോടിയായിട്ട് കേക്ക് അതിന് മുന്നോടിയായിട്ട് മദ്യം വിൽക്കുന്ന ആൾക്കാരുടെ ബാർ ഉടമകളുടെ ഒക്കെ അടുത്തേക്ക് ഞങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കാനായി ഈ തലമുറയെ നശിപ്പിക്കുന്ന സാധനമായതുകൊണ്ട് ഈ കച്ചവടം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനായിട്ട് നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ഇന്ത്യ മുഴുവൻ ആണെങ്കിൽ എന്നിട്ട് ചോദിക്കുക നിങ്ങൾ എന്നിട്ട് ചോദിക്കുക നിങ്ങൾ പറ നിങ്ങൾ ഇന്ത്യ മുഴുവൻ വേണ്ടെന്ന് തീരുമാനം എടുക്കാൻ നിങ്ങൾ നിർത്ത് മാഡം ഇന്ത്യ മുഴുവൻ തീരുമാനം എടുക്കുക. നിങ്ങളല്ലേ ഭരിക്കുന്ന ആ ആള്. തീരുമാനം നിങ്ങൾ തീരുമാനം എടുക്കുക. നിങ്ങൾ ബാർ ഇന്ത്യയിൽ മദ്യം വേണ്ട. ആ പറയൂ ഇന്ത്യയിൽ മദ്യം വേണ്ട. തീരുമാനം എടുക്കട്ടെ. ബാർ ഉടമകളെല്ലാം കേരളത്തിൽ മാത്രം തീരുമാനം എടുക്കുക ദേഹത്ത് പരിക്കേൽക്കുന്ന കാര്യമൊന്നും പറയരുത്. അതെ. ദേഹത്ത് പരിക്കേൽക്കുന്ന കാര്യമൊന്നും പറയാം. നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളെല്ലാരും കൂടി തീരുമാനം എടുത്തിട്ട് പറയൂ ഒറ്റ പോയിന്റ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ നിവേദനം കൊടുക്കുക ഞാൻ സപ്പോർട്ട് ചെയ്യും നേതാവ് കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ് BJP-യുടെ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്താൽ മതി. ഇന്ത്യൻ പട്ടാളക്കാർക്കും റിട്ടയർ ചെയ്ത സൈനികർക്കും ഒന്നും ഞങ്ങൾ ഇനി ടാക്സ് ഇളവോട് കൂടി മദ്യം കൊടുക്കാൻ തീരുമാനിക്കാൻ പറ്റുമോ? പറ്റുമോ? എത്ര കോടി രൂപ രാജ്യത്തിന് കിട്ടും? അല്ല, അങ്ങനെ ഈ പറ്റുമോ? കാർഗിലിലെ മഞ്ഞിലും ആ സിയാച്ചിനിലും കാലാവസ്ഥയിൽ പട്ടാളക്കാരോട് അവർക്കൊരു കാലാവസ്ഥയിൽ കിടക്കാം. അവരെ വിട്ടേക്ക്, നമ്മൾ ആ ചർച്ചയിലേക്ക് പോകണ്ട. ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ നിങ്ങൾ ആദ്യം ഈ കേരളത്തില് ഇതിനെ വിളിക്കുന്ന ഒരു ചർച്ച വേണം. ആദ്യം മഞ്ഞിൽ ജീവിക്കുന്നവർക്ക് കുടിക്കാന്നാണോ പറയുന്നത്? ജീവിക്കുന്നോണ്ട് കുടിക്കാന്നാണോ? ചേച്ചിയുടെ അഭിപ്രായം എന്താ? മഞ്ഞിൽ ജീവിക്കുമ്പോ കുടിക്കാന്നാണോ? അവിടെ കൃത്യമായിട്ട് അതിന് പട്ടാളക്കാർക്ക് കൊടുക്കുന്നതേ പട്ടാളക്കാർക്ക് ആളുകൾക്ക് എന്തിനു കൊടുക്കുന്നു ഞാൻ ചോദിച്ച ചോദ്യം മഞ്ഞിൽ ജീവിക്കുമ്പോ കുടിക്കാൻ പറ്റുന്നതാണോ അപ്പൊ അഭിപ്രായം? ഒരു സഹോദരി റിട്ടയർമെന്റിന് ശേഷം എന്തിനു മദ്യം കൊടുക്കുന്നു എന്തിനു കൊടുക്കുന്നു അല്ലേ ഇവിടുന്ന് മാറ്റം വരുത്തിക്കോ നിങ്ങൾ എന്തിനാ പട്ടാളക്കാരുടെ അടുത്തേക്ക് ഓടുന്നത് ഇവിടെ മാറ്റം വരുത്തുന്നേ ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടല്ലേ? സഞ്ചരിച്ചിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ഇവിടുത്തെ ഔട്ട്ലെറ്റുകൾ വളരെ വൃത്തിയുള്ളതും വെടിപ്പുള്ളതും ഏറ്റവും വലിയ പോയിന്റ് ശരിക്കും നമ്മളൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ആ രീതിയിലുള്ള ഔട്ട്ലെറ്റുകളും ആ രീതിയിൽ ആൾക്കാർ ഇപ്പൊ നടനോടി ക്യൂ നിൽക്കുന്ന പരിപാടി ഇല്ലല്ലോ. ഇപ്പൊ അഭിമാനത്തോടെ അകത്ത് കയറി സെലക്ട് ചെയ്യാലോ. ഇല്ല ഒരിക്കലും ഇല്ല. അല്ലാത്ത കടകൾ എത്രയോ കടകളുണ്ട്. അത് പരിസരം മൊത്തം വൃത്തിഹീനം കുപ്പിയും മറ്റു സാധനങ്ങളുമായിട്ട് വൃത്തിഹീനമായി കിടന്ന് ചുറ്റുപാട് ഒരു മനുഷ്യന് ഡീസന്റ് ആയിട്ട് ചെല്ലാൻ പറ്റത്തില്ല. കാരണം ഇവിടെ എത്രത്തോളം സാമ്പത്തികം ഇതിനെ ചുറ്റിപ്പറ്റി ജനറേറ്റ് ചെയ്യുന്നതാണ്. അത് തീർച്ചയായിട്ടും അതിന് വളരെ ഡീസന്റ് ആയിട്ട് പോയി വന്ന് വാങ്ങാനുള്ള ഏതായാലും വിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ വിൽക്കും. ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. ഈ ഗുജറാത്തിലെ മദ്യം നിരോധിച്ചിരിക്കുക എത്ര വർഷമായി? പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം അവിടെ പോലും ഇപ്പം മദ്യം കിട്ടും, അറിയാവോ? നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ പോയി അതിനു വേണ്ടി തന്നെ പോയി പോർബന്ദറിൽ പോയി ഞാൻ മദ്യം വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്നറിയാവോ? എവിടെയൊക്കെ മദ്യ നിരോധനം കൊടുക്കുന്നുണ്ടോ അവിടെയെല്ലാം മദ്യം എല്ലായിടത്തും കിട്ടും. മദ്യം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിലെ ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് ആദ്യം ബെൽബോയ് ചോദിക്കുന്നത് സാറേ ലിക്കർ വേണോന്നാ ചോദിക്കുന്നത്. അവിടെ രാജസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ലഹരി മുമ്പ് ഗുജറാത്തിലെ രാജു പി നായരോട് ഞാൻ യോജിക്കുകയാണ്. രാജു പി നായരോട് ഞാൻ യോജിക്കുന്നുണ്ട്. മുദ്ര പോർട്ടാണ് അല്ല ഇന്ത്യയിലെ ഏറ്റവും തുറമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രാജ്യത്തെ മദ്യം നിരോധനം 25,000 കോടി രൂപയുടെ ലഹരി പിടിച്ചത് ഈ കേരളത്തിൽ നിന്നല്ലേ? നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. ഈ MDMA-യും കഞ്ചാവും എല്ലാം ഇവിടെ വരുന്നത് ഏറ്റവും കൂടുതൽ ട്രെയിനിലും ഒക്കെ വരുന്നത്. എന്തുകൊണ്ടാണ് നിർത്താൻ പറ്റുന്നില്ല? ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത് ഏറ്റവും വലിയ കമ്പോളം കേരളമാണ് സാർ. അതെങ്ങനെയായി? സാറേ നിർത്താൻ പറ്റില്ല. അത് അദാനിയുടെ പോർട്ടാണ്. അത് അദാനിയുടെ പോർട്ടാണ്, നിർത്താൻ പറ്റില്ല. ഏറ്റവും വലിയ കമ്പോളം ഇതിന്റെ എല്ലാം
ഭീകരവാദം ഉൾപ്പെടെ മയക്കുമരുന്ന് ഉൾപ്പെടെ ഏറ്റവും വലിയ രാജ്യത്തെ കമ്പോളം കേരളമായി മാറിയത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ? ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ? ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ? ഒരു രേഖയില്ല, ഒരു രേഖയില്ല. ആവിട്ടവന് കോലക്ക് പാട്ട് സ്വന്തം നാടിനെ ഇങ്ങനെ വെറുക്കുന്ന ഒരു വിഭാഗം വരില്ല. സ്വന്തം നാടിനെ ഇങ്ങനെ വെറുക്കുന്ന ഒരു പാർട്ടി വരില്ല. ചുമ്മാ പറയും, വെറുതെ നടിച്ച് ചേച്ചിക്ക് നോട്ട് തരാം പഠിക്കാൻ. ഭീകരവാദത്തില് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ISIയുടെ ഭീകരര് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുത്തത് മുഴുവൻ ഇതാണ്. പ്രദീപ് കുരുൽക്കർ എന്ന് പറഞ്ഞൊരു സംഘി മറ്റേ RSSന്റെ വേദിയിൽ സംസാരിക്കുന്ന ആളാണ്. രാജ്യത്തിന്റെ പ്രതിരോധ പ്രദീപ് കുരുൽക്കർ RSSന്റെ വേദിയിൽ ഞാനിപ്പോ തെളിവരാം ഒന്ന് ഡിസ്പ്ലേ ചെയ്യാവോ? ഞാൻ പറഞ്ഞല്ലോ, പ്രദീപ് കുരുൽക്കർ RSSന്റെ വേദിയിൽ RSSന്റെ സഹയാത്രികനാണ് ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യം ഒറ്റുകൊടുത്തത്. ഞാൻ പറയുന്നു, പ്ലീസ് അത് നമുക്ക് വേറെ വിഷയമാക്കാം. നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാതെ. ഓക്കെ, ഒരു സെക്കൻഡ്. നാൻസിക്ക് എന്തോ ചോദിക്കും. നാൻസി കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വിജൃംഭതയായിട്ട് നിൽക്കുക. സാറിന്റെ ചോദ്യത്തിന് ഞാൻ നല്ലോണം ഉത്തരം തരാം. ഒരു മിനിറ്റ്, ഒരു പോയിന്റ്. എനിക്ക് തോന്നുന്നു മിക്കവാറും വീട്ടിൽ കേട്ടില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ അല്ല, കുടുംബത്തോടാ പോന്നതെന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന സാറാണോ അത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ലേ സാറെ? പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോ എന്റെ ലളിതമായി ഞാൻ പറഞ്ഞു കൊടുക്കാം. ലളിതമായി നാൻസി അതിന് ലളിതമായ ഉത്തരാണ്. നാൻസി 12 വയസ്സിൽ നാൻസി ഒരു പയ്യനെ കയറി പ്രേമിച്ചാൽ നാട്ടുകാർ തെറ്റാണെന്ന് പറയും. 21 വയസ്സിൽ പ്രേമിച്ചാൽ ശരിയാണ് എന്ന് നാട്ടുകാർ അംഗീകരിക്കുകയും ചെയ്യും. അന്നത്തെ സാഹചര്യത്തിൽ ആ സമരം ശരിയായിരുന്നു. അതല്ല ഇപ്പൊ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം അതല്ല. നാൻസി 45 ദിവസം മുഴുവൻ മുമ്പുള്ള കാര്യം കേൾക്കുന്നില്ല. 45 ദിവസം 45 ദിവസം മുമ്പുള്ള കാര്യം കേൾക്കുന്നില്ല. പിന്നെയാണോ കമ്പ്യൂട്ടർ? ലോകത്തെ 3-ാം സ്ഥാനം സമ്പദ്ഘടനയിലുള്ളതാണ് ഈ ലഹരി എന്ന് പറയുന്നത്. 1-ാം സ്ഥാനം ഇന്ധനവും, 2-ാം സ്ഥാനം എന്ന് പറയുന്നത് ആയുധങ്ങളുമാണ്. ആ വിഷയമാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ നമുക്ക് നിരോധനമല്ല വേണ്ടത്, ശരിയായ ഒരു നയം. ശരിയായ നയം അത്യാവശ്യം വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യം വളരെ വില കുറച്ചിട്ട് ആളുകൾക്ക് ലഭ്യമാക്കുക. നമ്മുടെ ചെറുപ്പക്കാര് പോകാതിരിക്കാൻ സാമൂഹിക അത് എക്സൈസ് കമ്മീഷണർ പറഞ്ഞു, ശുദ്ധ സംബന്ധമാണ്, യാതൊരു സംശയം വേണ്ട. നമ്മളെല്ലാം പറഞ്ഞു. സംസാരിക്കട്ടെ. നമ്മളെല്ലാം പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് നമ്മളെല്ലാം പറഞ്ഞു വീര്യം കുറഞ്ഞതിൽ നിന്നാണ് വീര്യം കൂടിയിലേക്ക് പോകുന്നതെന്നാ. പിന്നെ സാറിന്റെ ഇപ്പം പറഞ്ഞതാ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോവുക ലഹരിയുടെ ഒരു പൊതു സ്വഭാവം ഡോക്ടർമാർക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ കൂടിയതിൽ നിന്ന് അതിന്റെ കൂടിയതിലേക്കല്ല പോകേണ്ടത്, കുറഞ്ഞതിൽ നിന്ന് താരതമ്യേന വീര്യം കൂടിയതിൽ നിന്ന് വീര്യം കൂടിയ മദ്യം വീര്യം കുറച്ചു കൊടുക്കുക. അല്ലാതെ വീര്യം കുറഞ്ഞത് വീര്യം കൂടി അതല്ലല്ല. വീര്യം കുറഞ്ഞു കൊടുക്കാന്നല്ല, വീര്യം കൂടി കൊടുത്തോണ്ടിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ. അത് ഇപ്പം വീര്യം കൂടി കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ നിന്ന് വീര്യം കുറച്ചു കൊടുക്കണം. വീര്യം കൊടുക്കണമെന്നല്ല പറഞ്ഞത്. ഒരിക്കലും വീര്യം കൂടിയ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വീര്യം കുറഞ്ഞതിലേക്ക് വരില്ല. നമ്മുടെ യൂത്ത് എന്ന് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അയാൾക്ക് വീര്യം കൂടുതൽ കൊടുത്താൽ അയാളുടെ സമ്പത്തും പോവും, അയാളുടെ ആരോഗ്യവും പോവും. ഒരിക്കലും 42% മദ്യം കുടിച്ചോണ്ടിരിക്കുന്ന ഒരാളെ 5% ആൾക്കോൾ വാങ്ങി കഴിക്കാൻ പോവില്ല. അതുകൊണ്ട് സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാർട്ടർ നമുക്ക് ഈ ബ്രീസ് തുടങ്ങാം. അത് തുടങ്ങി മുന്നോട്ട് പോവാം. 45% മദ്യമുള്ള ആള് ആരും ആദ്യമേ തന്നെ ഫുൾ ബോട്ടിൽ കുടിക്കുന്നില്ല.
എല്ലാവരും ഇച്ചിരി തുടങ്ങി പതുക്കെ വർഷങ്ങളെടുത്താണ് ഫുൾ ബോട്ടിലാവുന്നത്. എന്നെയാണ് കുറഞ്ഞ മദ്യമാണെങ്കിൽ അണ്ണാനെ മരങ്ങേറ്റം തുടങ്ങി അത് കൂടി വരികയേ ഉള്ളൂ. അണ്ണാനെ മരങ്ങേറ്റം പഠിപ്പിക്കരുതേ. ഇവരെല്ലാം പറഞ്ഞ എക്സൈസിലെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിലേക്കാണ് ഞാൻ യോജിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് കൊടുക്കുക വഴി ഒരു വലിയ തലമുറ അല്ലെങ്കിൽ പുതിയൊരു വിഭാഗം ആളുകളിലേക്ക് ഈ മദ്യം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് വി.ഡി. സതീശന്റെ സർക്കാർ എടുക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ പറഞ്ഞത് മദ്യം ഒഴുക്കുക എന്ന നിലപാടാണ് ഇപ്പോ പ്രശ്നം. നിങ്ങൾ ഞാൻ കപടതയാണ് പറഞ്ഞത്. അതായത് UDF പറഞ്ഞ എന്താ, ഞങ്ങൾ വന്നാൽ മദ്യം കുറയ്ക്കും എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയവരാണ്. കാലം കടക്കോളം നാരായണ വോട്ട് കിട്ടി ഞങ്ങൾക്ക് അല്ലാതെ ഞങ്ങൾക്ക് എല്ലാ കാലത്തും കൃത്യമായ പോളിസി ഞങ്ങൾക്കുണ്ട്. കേരളത്തിൽ എത്ര ബാറുണ്ട്? ഉമ്മൻചാണ്ടി 2011 അധികാരത്തിൽ വന്നല്ലോ. 2014-15 കേരളത്തിൽ എത്ര ബാർ? 2016 പോകുമ്പോ 29 ബാറേ ഉള്ളൂ. 2014 എത്ര ബാറുണ്ട്? ഇപ്പോഴും 29 ബാറിന്റെ കാര്യം പറയുമ്പോ നിങ്ങളുടെ മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ഉമ്മൻചാണ്ടി ചെയ്തതാണ് ശരിയെങ്കിൽ വി.ഡി. സതീശൻ ബാറുകൾ അടച്ചു വരുമ്പോ എത്ര ബാറുണ്ട് അത് മാത്രം പറഞ്ഞാൽ മതി. ഇതിനിത് പറ. അതാണ് പറഞ്ഞത്. കേരളത്തിൽ 751 ബിയർ ആൻഡ് വൈൻ പാർലറുകളും 29 ബാറും. നിങ്ങൾ എത്ര ബാറുണ്ട്? അല്ല, 751 ബിയർ ആൻഡ് വൈൻ പാർലറുകളും 29 ബാറുകളും. 2014 ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന അതേ എണ്ണമാണ്. ആനുപാതികമായ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് 5 സ്റ്റാർ ബാറുകളിലേക്ക് മാത്രമായിട്ട് മദ്യം എന്തിനായിരുന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. നിങ്ങൾ വന്നതിന് ശേഷം 3 സ്റ്റാറും 2 സ്റ്റാറും ഉൾപ്പെടെ കൊടുത്തില്ലേ? നിങ്ങൾ മദ്യവർജനമാണ് നയം എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞത് ഇല്ലേ? എന്നിട്ട് നിങ്ങൾ KPSC കൊണ്ട് പറയിപ്പിച്ചില്ലേ ഞങ്ങൾ തുറക്കാൻ പോകുന്ന ബാറുകളല്ല സ്കൂളുകളാണെന്ന്? ഞാൻ പറയട്ടെ, അതിനുശേഷം നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ എത്ര ബാറുകളിൽ മദ്യം ലഭിക്കുന്നു? എത്ര ബാറുകൾ മദ്യം? ഞാൻ അതിനൊന്നും പറയുന്നില്ല. ഓരോ സർക്കാർ നയം തീരുമാനിക്കും. പക്ഷേ സ്വന്തം നയത്തെ തള്ളിപ്പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പത്തെ കാപട്യം കാണിക്കരുത്. അതാണ് പ്രശ്നം. 2011 ഉമ്മൻചാണ്ടി അധികാരത്തിലേക്ക് വരുന്നു. കേരളത്തിലെ ബാറുകളുടെ എണ്ണം 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ 751. അതിനുശേഷം C&AGയുടെ റിപ്പോർട്ട് ഉണ്ടാവുന്നു. ഒരു കോടതി ഇടപെടലിനെ തുടർന്ന് 400 ബാറുകൾ അടക്കേണ്ടി വരുന്നു. VM സുധീരൻ എന്ന KPCCയുടെ പ്രസിഡന്റ് അന്ന് തർക്കമുണ്ടാകുന്നു. VM സുധീറിന് ചെക്ക് വെക്കാൻ ഉമ്മൻചാണ്ടി കേരളത്തിലെ 29 ഒഴികെയുള്ള എല്ലാ ബാറുകളും അടച്ചുപൂട്ടാൻ തീരുമാനിക്കുന്നു. ഒറ്റ അർദ്ധരാത്രി കൊണ്ട് തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തെ പിന്നീട് LDF സർക്കാർ 2016 അധികാരത്തിലേക്ക് വരുന്നു. അന്ന് ആ നിലവാരം, ഒരു നാട്ടിൽ ബാർ നടത്താനുണ്ടായിരുന്ന നിലവാരം എന്താണോ അത് ഉറപ്പുവരുത്തിയ എല്ലാ 3 സ്റ്റാറുകൾക്ക് മുമ്പിൽ എന്താണോ ഉണ്ടായിരുന്നത്, ഉമ്മൻചാണ്ടിയുടെ തുടക്കത്തിൽ എന്താണോ ഉണ്ടായിരുന്നത്, അതേ നയം LDF സ്വീകരിച്ചു. ഒരു പുതിയ നിലപാടും ആ കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. ഇവിടെ ഏറ്റവും ഇതിൽ അഴിമതി ചെറിയ പ്രശ്നമല്ല. നോക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ഒരു വീട് ഇപ്പൊ 2 ദിവസം മുമ്പാണല്ലോ പട്ടിണി കിടക്കേണ്ടി വന്നതിനെ തുടർന്ന് ഒരു കുടുംബം ആത്മഹത്യ ചെയ്ത വാർത്ത ഈ കേരളത്തെ ഞെട്ടിച്ചത്. അവരുൾപ്പെടെയുള്ള ആളുകളെ സഹായിക്കേണ്ട 600 കോടി രൂപ നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഖജനാവിൽ നഷ്ടപ്പെടുത്തി. സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. 29 ബാറുകൾ ഉണ്ടായിരുന്ന 900 ചില്ലാനും ബാറുകളാക്കിയത് LDF. കൈക്കൂലി ഇല്ല. 10 മണി വരെ ഉണ്ടായിരുന്ന പ്രവർത്തന സമയം 12 മണി വരെ ആക്കി കൊടുത്തു. കൈക്കൂലിയില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് വേണ്ടി ചട്ടം ഭേദഗതി ചെയ്ത് പുതിയ വകുപ്പ് ഉണ്ടാക്കി കൊടുത്തു. ബക്കാഡിയുടെ ഉറപ്പില്, ബക്കാഡിക്ക് വേണ്ടിയിട്ട് ഗോവിന്ദൻ ഇല്ലേ? അഴിമതിയില്ല. ഈ പറയുന്ന കഴിഞ്ഞ ഈ നാട്ടിൽ നടത്തിയ മുഴുവൻ സാധനത്തിന് അഴിമതിയില്ല. ഞങ്ങൾ
ഒരു ടാക്സ് സ്ട്രക്ചർ തീരുമാനിച്ചു കൊടുത്തതിലാണ് അഴിമതി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണല്ലോ, ഇപ്പോഴും മറുപടി പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വേണ്ട എന്നാണ് അഭിപ്രായമെങ്കിൽ നിങ്ങൾ എന്തിന് അബ്കാരി ചട്ടം മാർച്ച് മാസത്തിൽ ഇനി സതീശനെങ്ങാനും കൊടുത്തോ എന്നറിയാൻ വേണ്ടിയാണ് എത്ര കിട്ടിയത്. പുറത്ത് വരുമെന്നേ, കേരളത്തിൽ വരും, ഞങ്ങൾ അറിഞ്ഞോ, കേരളത്തിൽ വരും. ഒരു 60 കോടിയുടെ കടക്ക് പുറത്ത് വരും കേരളത്തിൽ. നിങ്ങൾ നോക്കിയോ, 60 കോടിയുടെ കടക്ക് പുറത്ത് വരും. കേരളത്തിൽ ആകെ ഒരു ഇൻഡസ്ട്രി നന്നായിട്ട് നടക്കുന്ന ടൂറിസം മാത്രമേ ഉള്ളൂ. യാതൊന്നും ഇവിടെ കേരളത്തിലില്ല. പിന്നെ മെഡിക്കൽ ടൂറിസം, എല്ലാം ടൂറിസത്തിൽ അറ്റാച്ച് ചെയ്താ. ടൂറിസത്തെ നശിപ്പിക്കല്ലേ എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പ്ലീസ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങള്, വീര്യം കുറഞ്ഞ മദ്യം വരട്ടെ, എന്ത് സംഭവിക്കാൻ പോണോ? അതിന് എല്ലാവരോടും കയറി അഴിമതി അത് ഇത് ഇങ്ങനെ പറഞ്ഞ് വെറുതെ വൈ ഷുഡ് ബി സ്പോയിൽ ടൂറിസം പ്ലീസ്. എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഇതാ, ടൂറിസം കൊണ്ട് എത്ര പേര് ബെനിഫിറ്റഡ് ആവുന്നുണ്ടെന്ന് അറിയോ സാർ? ഹോട്ടലുകാർ മാത്രമല്ല, ഓട്ടോറിക്ഷ കപ്പലണ്ടി വിൽക്കുന്ന ആള് പോലും ബെനിഫിറ്റഡാ. അപ്പം അങ്ങനെയുള്ള ഒരു ടൂറിസത്തെ നശിപ്പിക്കരുതെന്ന് എല്ലാവരോടും അപേക്ഷിക്കണം. സാർ ഇതിന്റെ ഇത് ഒരു ഫിസിക്കൽ പോളിസിയായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഡിസിഷൻ ആണ്. ആ ഒരു ആസ്പെക്ട് എന്തുകൊണ്ടാണ് ആരും ആര് അവര് പൊളിറ്റിക്സ് ആണ് പറഞ്ഞോണ്ട്. പക്ഷെ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം പൊളിറ്റിക്കൽ ഞങ്ങളാണ് നല്ലത് എന്നാണ്. ഇത് ടാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പുതിയ സർക്കാർ കൊണ്ടുവന്നൊരു നയമാണ്. അങ്ങനല്ല, റവന്യൂ റവന്യൂ വരട്ടെ, റവന്യൂ വരട്ടെ. അതായത് ടൂറിസം വളരുമ്പോ എന്താണ് സംഭവിക്കുക ബേസിക്കലി? അതായത് നിങ്ങൾ ഈ വളർച്ചേനൊക്കെ നിങ്ങളൊക്കെ ഈ ഓരോരോ പ്രവർത്തികൾ കാരണമാണ് എത്രയോ കാലം മുമ്പ് വളരണ്ട കേരളം ഇപ്പോഴും പിന്നിലാണ്. നോക്കൂ, ഞാൻ പറഞ്ഞത് മനസ്സിലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞ ഇതാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് ബക്കാഡിയും അതുപോലെ തന്നെ HSG അങ്ങനെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, കുറെ മറ്റുള്ള SDF, പിന്നെ വേറെ കുറച്ച് കമ്പനികളെല്ലാം കൂടി ഈ MV ഗോവിന്ദൻ മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോ ഇന്ന പോലെ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേണമെന്ന് പറഞ്ഞു. അത് ശ്രീ MV ഗോവിന്ദൻ ബക്കാഡിയുടെയും SDF-ന്റെയും ഉൾപ്പെടെയുള്ള അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി വെച്ചു. അവർ തീരുമാനിച്ചിട്ട് അവർ പറഞ്ഞു ഇത് കൊണ്ടുവരണം. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞു വെച്ചാൽ വീര്യം കൂടിയത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി വീര്യം കുറഞ്ഞ് കൊണ്ടുവരണം എന്ന് പറഞ്ഞവർ കൊണ്ടുവന്നു. അതിനുശേഷം അതിന് പേരിടാൻ ചോദിച്ചു, പേരിടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അബ്കാരി ചട്ടം ഭേദഗതി ചെയ്ത് ഇവർ പുതിയൊരു വകുപ്പുണ്ടാക്കി, പുതിയൊരു സംഭവം ഉണ്ടാക്കി. പുതിയ ട്രാൻസാക്ഷൻ ഉണ്ടാക്കി. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നത് കുമ്പിടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഞങ്ങൾ ഈ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ടുള്ള ഇന്ത്യയില് ഞങ്ങള് ഈ ലോ ഇതെന്താണ് ലോ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു ഈ ഒരു ഹലോ ഇതിന്റെ അവൈലബിലിറ്റി കുറയ്ക്കണം എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ടത്തരാണ്. ഇല്ല നാൻസി, പറയുന്നത് തന്നെ ഒരു നാൻസി അതിന്റെ ഭർത്താവായിക്കൊള്ളൂ. അല്ല നാൻസി മോളൊരു ലോ സ്റ്റുഡന്റ് ആണ്. ഇതൊക്കെ കഴിഞ്ഞിപ്പോ പ്രാക്ടീസ് ഒക്കെ തുടങ്ങും, കോടതിയിലേക്ക് എത്തും. അപ്പൊ ഒക്കെ കുറച്ചും കൂടി മെച്ചൂരിറ്റി വരുമ്പോ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ കേൾക്ക്, അല്ല പറയട്ടെടാ, പറയട്ടെ പണ്ടും കള്ളു കുടിച്ചിട്ട് ഭർത്താക്കന്മാരെ പണ്ടത്തെ സിനിമ പണ്ട് പനങ്ങളിലുണ്ടായിരുന്നു, പണ്ട് മോളെ നമ്മുടെ കേരളത്തില് ഉണ്ടായിരുന്ന കുടുംബ കോടതികളുടെ എണ്ണം വളരെ വിരളാണ്. ഇന്ന് ഒരു ജില്ല പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. പറയട്ടെ, ഇന്ന് ഒരു ജില്ലയിൽ തന്നെ 2ഉം 3ഉം കുടുംബ കോടതികളായി. ഞാൻ പറയണ്ടല്ലോ എന്താ കാര്യം എന്ന്. പല കാര്യങ്ങളുണ്ടാവും. അല്ലല്ല കേക്ക്, പല കാര്യങ്ങളുണ്ടാവും. കേക്ക്, ഞാൻ പറയട്ടെ, ഞാൻ വക്കീലുള്ള രീതിയിൽ ഞാൻ പറയട്ടെ. സ്ത്രീപീഡനത്തിന്റെ പ്രശ്നങ്ങളെ ലളിതവൽക്കരിച്ച് കാണുന്നതാണ്. അല്ല, നല്ല ബോധത്തോടു കൂടി തന്നെ സ്ത്രീകൾ ആക്രമിക്കുന്നവരുണ്ട്, സ്ത്രീധനത്തിന് വേണ്ടി അവരടിക്കുന്നവരുണ്ട്. കള്ളു കുടിച്ചാൽ മാത്രം
ഇതിലുള്ള പ്രധാന പ്രശ്നം ആര് ഭരിച്ചാലും പ്രതിപക്ഷം അതിനെ എതിർക്കും, ഇവര് മാറി തിരിച്ചു വരുമ്പോ അവരെ എതിർക്കും. അത് അവരുടെ നയമാണ്. എതിർത്തില്ലെങ്കിൽ പിന്നെ there is no politics in it. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. ഇവർക്കൊക്കെ ഇവരൊക്കെ വിത്ത് ഇമ്മൻസ് പ്ലഷർ. ഇവര് വീര്യം കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിയാലും കുഴപ്പമില്ല. 3 സ്റ്റാറിനും 2 സ്റ്റാറിനും ഇനി അതിന്റെ താഴെ വല്ലോ സ്റ്റാറും ഉണ്ട്, അതിനും ലൈസൻസ് കിട്ടണമെന്ന് പറയുന്ന വൻകിട മദ്യ കച്ചവട മുതലാളിമാർക്ക് ഈ നാട്ടിൽ ആര് നശിച്ചാലും കുഴപ്പമില്ല, ഏത് വീട്ടിൽ കണ്ണീർ വീണാലും കുഴപ്പമില്ല. അതാണ് ഈ രാജ്യം നടക്കുന്നത്. ഇതിനെതിരെ എന്ത് നയം ഇവര് കൊണ്ടുവരട്ടെന്നേ. ഇന്ന പ്ലാറ്റ്ഫോം, ഇന്ന ലെവലില്, ഇന്ന നിയമങ്ങള് ഒന്നും പറയാതെ ഇന്ന വിറ്റോന്ന് പറഞ്ഞിട്ട് കടയും തുറക്കാനായിട്ട് നോക്കിയിരിക്കുക. ഇവിടെ പോകുന്നതാരാണ്? മറുപടി. ഈ മദ്യപിക്കുന്നവരെല്ലാരും ദുഷ്ടന്മാരൊന്നുമല്ല. അവരാരും ഭാര്യമാരെ തല്ലുന്നില്ല, കുടുംബ കോടതി പോകുന്നില്ല. അങ്ങനെയാണ് ഞാൻ എത്ര പ്രാവശ്യം കുടുംബ കോടതി പോകേണ്ടി വന്നത് കേരളത്തിൽ. ഞാൻ ഇതുവരെ ഭാര്യയെ ഉപദ്രവിക്കേണ്ടി വന്നിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. അത് കണ്ടുപിടിച്ചിട്ട് പറയുന്നവരെല്ലാരും കേരളത്തിലെ 50 ലക്ഷം പേര് കേരളത്തിലെ 50 ലക്ഷം പേര് മദ്യപിക്കുന്നുണ്ട്. 50 ലക്ഷം പേര് മദ്യപിക്കുന്നുണ്ട്. 50 ലക്ഷം പേര് മദ്യപിക്കുന്നുണ്ട്. ഞാൻ കുടുംബ കോടതി പോവുകയാണ്. ആവശ്യമുള്ളതാണ് സാർ, ആവശ്യമുള്ളതാണ്. നിങ്ങൾ കാണില്ല, നിങ്ങൾ പാതി കണ്ണടച്ചായിരിക്കും. ലോകത്തിൽ എല്ലായിടത്തും മദ്യപിക്കുന്നുണ്ട്. കുടുംബ കോടതി നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇവിടെയുള്ള മദ്യസാധനം എന്താണേലും അത് എടുക്കാന്നുള്ള ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ് ഫസ്റ്റ് കാര്യം. പക്ഷെ അതിന് ഇതിപ്പോ MDMA അങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടുതൽ നമുക്ക് ആക്സസിബിൾ ആയതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് അതിന്റെ ഇത് കൂടുന്നത്. ഇത് പിന്നെ ഉപയോഗിക്കാനുള്ള കാര്യം ഡോക്ടറിന് കൂടുതൽ ഇതായിട്ട് പറയാൻ വേണം. ഡോപ്പമിൻ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ഇത് അത് വരുന്ന എന്താ, നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. പക്ഷേ കേരളത്തില് നമ്മൾ പണ്ട് തൊട്ട് അങ്ങനെയാണ്. 7 ദിവസം പണിയെടുത്ത് 7 ദിവസത്തെ പണിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ സമയമില്ല. എന്ത് ചെയ്യും ബാക്കിയുള്ള സാധാരണക്കാർ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. അല്ലാണ്ട് ഇപ്പൊ വില കുറഞ്ഞ ഇതോ എന്താ അതല്ല പ്രശ്നം. നമ്മുടെ ആൾക്കാർക്ക് അവര് ചെയ്യുന്ന പണിക്ക് അല്ലെ അവരുടെ ആനന്ദകരമായിട്ടുള്ള രീതിയിൽ അല്ലെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റണം. റിലാക്സേഷന്റെ കാര്യം പറയുന്നത് അദ്ദേഹം. ആൾക്കാർക്ക് വരാം. മദ്യം ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡോപ്പമീൻ അങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ ഇതാക്കി അതിന് റിലാക്സേഷനും പ്ലഷറബിൾ ഇഫക്ട്സ് ഒക്കെ കിട്ടുന്നുള്ളത് കെമിക്കലി വാസ്തവമാണ്. പക്ഷേ അത് മാത്രമാണ് നമ്മുടെ പ്ലഷറിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഉള്ളൂ എന്നുള്ളത് അത് നമ്മുടെ സമൂഹത്തിന്റെ പോരായ്മയാണ്. അപ്പോൾ ഇന്നത്തെ ജനതയ്ക്ക് ഈ അഡിക്ഷന്റെയോ ആൽക്കഹോളിസത്തിന്റെയോ പ്രശ്നത്തിലേക്ക് അവർ എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ പ്ലഷറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഇൻഡിക്കേറ്റർ ആണത്. അത് അവൈലബിൾ ആക്കുകയും കൂടെ ചെയ്യണം. ഇപ്പൊ പറയുന്ന ഇന്നത്തെ കാലത്തെ പ്രൊഫഷണൽസ്, മെഡിക്കൽ പ്രൊഫഷണൽസ്, ലോ പ്രൊഫഷണൽസ് അടക്കം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്ട്രെസ് റിലീഫിന്. ഞാൻ എത്രയോ പേരുടെ നേരിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. കൂടുതലും മെഡിക്കൽ സ്റ്റുഡൻസ്, മെഡിക്കൽ പ്രൊഫഷണൽസ്, ലോ അതായത് ഇവരുടെയൊക്കെ സ്ട്രെസ് റിലീഫിന് നിങ്ങളുടെ ഇടയിൽ ഉപയോഗിക്കുന്ന വസ്തുത അംഗീകരിക്കണം. വസ്തുത അംഗീകരിക്കണം. എന്റെ മോനൊരു ഡോക്ടറാണ്, എനിക്ക് 100% അറിയാം കഴിക്കില്ല എന്ന്. അവൻ പറഞ്ഞിട്ടുണ്ട് പലോ. അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് ഞാൻ പറയട്ടെ, വന്ദന കൊലക്കേസിൽ വന്ദനയെ കൊന്നത് ഒരു അധ്യാപകൻ ഡ്രങ്കാർഡാണ്. എല്ലാ അധ്യാപകരും അങ്ങനെയാണോ? സാർ എന്റെ അധ്യാപകനെ നിയമം പറയാം. അല്ല, ഒരിക്കലും പറയത്തില്ല. അങ്ങനെ പറയരുത്. അത് മോളാ പിന്മാറണം. അത് തെറ്റാണ്. കൊടുക്കുന്ന മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മളൊരു റോങ് മെസ്സേജ് കൺവേ ചെയ്യാൻ പാടില്ല. സ്ട്രെസ് റിലീഫിന് പരിഹാരം ആൽക്കഹോളോ മറ്റു ലഹരി വസ്തുക്കളോ അല്ല. അതിന് വേറെ അനേകം പരിഹാരങ്ങളുണ്ട് സ്ട്രെസ് റിലീഫിന്. ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. നാൻസി, സ്ട്രെസ് റിലീഫിന്റെ മരുന്നല്ല ആൽക്കഹോളും മറ്റു ലഹരി പദാർത്ഥങ്ങളും. സ്ട്രെസ് റിലീഫിന് വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്.
ഉണ്ട്. അത് ഇപ്പൊ സ്ട്രെസ് മാനേജ്മെന്റ് സെഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് നമ്മൾ കണ്ടെത്തണം. അഥവാ പറ്റിയില്ലെങ്കിൽ എത്രയും വേഗം ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് പരിഹാരം തേടണം. മൊബൈൽ അഡിക്ഷൻ എന്താണ്? എല്ലാം പല ചർച്ച മൊബൈൽ അഡിക്ഷൻ അല്ല. ഇപ്പോഴത്തെ ചർച്ച മദ്യമാണ്. വേറെ ചർച്ച നടത്തുമ്പോൾ എല്ലാം മനുഷ്യർ. നിങ്ങൾ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ജനറലൈസ് ചെയ്ത ഒരുപാട് അപകടമുണ്ട്. പറഞ്ഞു ഞാൻ ഒരു സെക്കൻഡ് ഡോക്ടർ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ വരുന്നു. ഈ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെ വളരെ സങ്കടകരമായ കാര്യമാണ്. അത് സ്ട്രെസ് റിലീവിംഗ് മൊഡാലിറ്റി ആവരുത്. സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് നമുക്ക് വൈകുന്നേരം കൂടി പാർട്ടി കൂടി ഡ്രിങ്ക്സ് കഴിച്ച് ഫിറ്റ് ആവാം എന്നുള്ള ആ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് വളരെ തെറ്റായ മെസ്സേജാണ് നമ്മൾ ഡോക്ടറെ ആ കുട്ടി പറഞ്ഞ ഒരു കാര്യം, ഈ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാർ കൂടുതൽ ഈ രംഗത്തേക്ക് വരുന്നു എന്നുള്ളൊരു ഉത്കണ്ഠയാണ് ആ കുട്ടി പറഞ്ഞത്. എല്ലാ ഫീൽഡിലും ഉണ്ട്. മെഡിക്കൽ പ്രൊഫഷനും സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ തന്നെയാണ്. മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരും ഈ സമൂഹത്തിന്റെ പാർട്ട് തന്നെയാണ്. മെഡിക്കൽ പ്രൊഫഷണൽസ് അത് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള കാര്യമല്ല. മെഡിക്കൽ പ്രൊഫഷണൽസ് ഞാനൊരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചതാണ്. ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നിരാകരിക്കാൻ പറ്റത്തില്ല. എല്ലാ തുറകളിലും ലഹരി ഉപയോഗിക്കുന്നവരും മദ്യപിക്കാത്തവരും ഒക്കെ ഉണ്ട്. ഒരു ചെറിയ ശതമാനം ആളുകളെ കാണിച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് നമ്മൾ വരുത്തി തീർക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മെഡിക്കൽ പ്രൊഫഷണൽസ് പ്രശ്നം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിനെ കണ്ടു ഹായ് ബാ നമുക്ക് ഒരെണ്ണം അടിക്കാമെന്നാ പറയുന്നത്. അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിന് വേണ്ടി ഒരു മദ്യ സംസ്കാരം തന്നെ വേണം. ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം. ഈ മദ്യപാനത്തെ കുറിച്ചുള്ള അവയർനെസ് കൂട്ടുക. 5ാം ക്ലാസ് മുതൽ പിള്ളേരെ പഠിപ്പിക്കുക ഇതിന്റെ ദോഷങ്ങൾ. അത് കറക്റ്റ്. മദ്യ സംസ്കാരം ഈ ഞങ്ങളുടെ ജനറേഷനെ പറയുന്നത് എന്താണ്? പഴയ ജനറേഷനിൽ ഇതൊന്നും ഇല്ലായിരുന്നു. പഴയ ജനറേഷൻ സാറേ കൂലിപ്പണി കഴിഞ്ഞ് സാർ ഒരു മിനിറ്റ് കൂലിപ്പണി കഴിഞ്ഞ് വന്നിട്ട് വെള്ളം അടിച്ചിട്ട് ഭാര്യനെ തല്ലുന്നത് ആണത്വന്ന് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ജനറേഷനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജനറേഷനെ പറയേണ്ട ആവശ്യം സംബന്ധിച്ച് അപകടകരമായ നിലപാടാണ്. പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും നാൻസിയുടെ അഭിപ്രായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നുമില്ല. അതിനൊക്കെ എതിരായിട്ടുള്ള അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. പലപ്പോഴും ഈ നേരത്തെ മെഡിക്കൽ ഇതിനെ കുറിച്ച് പറഞ്ഞ ആ അഭിപ്രായത്തോടും നമ്മൾ യോജിക്കുന്നില്ല. വ്യക്തിപരമായി മദ്യപാനം എന്ന് പറയുന്ന ഒരു ദൂഷ്യവശം തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തില്ല. പക്ഷെ സാമൂഹികമായി അതൊരു അപകടമല്ലാതെ അല്ലെങ്കിൽ എത്രത്തോളം നിയന്ത്രിച്ചു നിർത്താം എന്നുള്ളതിനെ സംബന്ധിച്ചായിരിക്കണം നമ്മുടെ ചർച്ച പോകേണ്ടത്. എന്താ പറയാമെന്ന് ആ മോളുടെ ധാരണ വളരെ തെറ്റാണ്. പണ്ട് 7 ദിവസവും പണിയെടുത്ത് കള്ളു കുടിച്ചിട്ട് വന്ന അമ്മയെ തല്ലുന്ന ഒരു ശീലമല്ല പിതാവിനുള്ളത്, അച്ഛനുള്ളത്. ഞങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. അവര് നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. അല്ലാതെ ഇപ്പൊ ഇറങ്ങുമ്പോഴേ എന്റെ മകൻ കോളേജിൽ പോകുമ്പോ ഞാൻ തീരുമാനിക്കുന്ന വൈകുന്നേരം വരുമ്പോ ആ കുട്ടി മദ്യപിച്ച് വരുവാനല്ല താല്പര്യപ്പെടുന്നത്. നല്ല ശീലങ്ങളിലൂടെ പറഞ്ഞു വിട്ട് കൂട്ടുകാരെ നല്ല നിലയിലാക്കി ആക്കി തീർത്തിട്ട് അവൻ നല്ലവനായിട്ട് സമൂഹത്തിന് നല്ലവനായിട്ട് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെയായിരുന്നു എന്റെ പിതാവും എന്റെ മാതാവും ആഗ്രഹിച്ചത്. ആ ഫാദർ ഒന്നും പറഞ്ഞില്ലല്ലോ. മദ്യപാനത്തിന്റെ പ്രായം 23 വയസ്സായിട്ട് നിജപ്പെടുത്താൻ കാരണം നാൻസിയെ പോലുള്ള ആളുകൾക്ക് എത്ര വയസ്സായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, ഫ്രീ ഫോണ്ടൽ കോർട്ടക്സ് ഉണ്ട്. ഫ്രീ ഫോണ്ടൽ കോർട്ടക്സ് 20-23 വയസ്സിലാണ് പൂർണ്ണ വളർച്ച എത്തുന്നത്. ആ സമയത്താണ് നമ്മുടെ ചിന്തയുടെയും അതുപോലെ യുക്തിയുടെയും ഒക്കെ വിചാരങ്ങൾ പൂർത്തിയാവുന്നത്. അവര് ചോദിച്ചോളൂ അവര് പറയും നമ്മളത് പഠിച്ചതാ. അപ്പൊ അതുകൊണ്ട് ആ 23 വയസ്സ് വരെയെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന തലത്തിൽ നിന്ന് മാറി നിൽക്കണം. അപ്പൊ ചിന്തയുടെ തലത്തില് അതുപോലെ പരിഗണനയും യുക്തിചിന്തയും വികാര വിചാരങ്ങളും ഒക്കെ പക്വമാകുന്ന തലമാണ് 23 വയസ്സ്. അതുകൊണ്ടാണ് അവിടം വരെ മദ്യപിക്കരുത് പറയാൻ കാരണം. അപ്പൊ അതിനുമ്പ് മദ്യപത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവും. ഒരു ഫാദർ പഠിക്കലേ
തീർച്ചയായിട്ടും എനിക്ക് ഒരിക്കലും ഇത് നല്ലതാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഒരു വൈദികനാണ്, ഒരു അധ്യാപകനാണ്, ഒരു കുട്ടിയുടെ അച്ഛനാണ്, എല്ലാ രീതിയിലും ഇത് ദോഷം ചെയ്യുന്ന തന്നെയാണ്. പ്രിയപ്പെട്ട ആ കുട്ടി പറഞ്ഞതുപോലെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ വല്യാപ്പനൊക്കെ ഉൾപ്പെടെ ഈ പണി കഴിഞ്ഞ് വന്ന് അവര് ചേട്ടന്മാരുൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരുമിച്ച് സന്തോഷം പങ്കിട്ട് ഒരു അല്പം കഴിച്ചാൽ പോലും വളരെ സന്തോഷത്തോടു കൂടെ കുടുംബ ബന്ധങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്നവരാണ്. അന്ന് കാലങ്ങളിൽ കുടുംബങ്ങളിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ സാഹചര്യം മാറിയിട്ട് വളരെ രീതിയിലുള്ളതായ പ്രതിസന്ധികൾ കടന്നു പോകുന്ന കാലഘട്ടമാണ്. ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കുന്നവരാണ്, അതിലേക്ക് കടന്നു ചെല്ലുന്നവരാണ്. അവിടെ എല്ലാം കാണുന്നത് ഇന്നത്തെ തലമുറയിലാണ്. പഴയ കാലത്തുള്ള പ്രശ്നങ്ങളല്ല, അവർക്ക് ആ ഒരു പരാതിയില്ല, പ്രശ്നങ്ങളില്ല. അവരെല്ലാം ഭംഗിയായിട്ട് കുടുംബ ബന്ധങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്നവരാണ്. എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. വളരെ ചുരുക്കം 1-2 പേർ. പക്ഷെ ഇന്ന് ആ സാഹചര്യം മാറിയിട്ട് വളരെ നമ്മുടെ ഫിലിപ്പോസ് പഠിക്കലിനെ പോലുള്ള ആൾക്കാരെ സൽമാർഗത്തിലേക്ക് നയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? അച്ഛൻ ആ പണി നിർത്തിയതല്ല, അച്ഛൻ ഇപ്പൊ തന്നെ ലോഹം ഊരും. അദ്ദേഹത്തിന്റെ ചിന്താഗതിയും അദ്ദേഹത്തിന്റെ രീതിയും അദ്ദേഹത്തിന് നല്ലതാണ്. കാരണം വളരെ ലിമിറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയത് അത് അദ്ദേഹത്തിന് സംരക്ഷിക്കട്ടെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. പക്ഷേ അത് കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡോക്ടർ പറഞ്ഞതുപോലെ ഇതൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണെന്ന് ആ കുട്ടി പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇതല്ല, അതിന് മറ്റു മാർഗങ്ങളുണ്ട്. പല രീതിയിലുള്ളതായ മാർഗങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ളത് ഉൾപ്പെടെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. പലപ്പോഴും അതിലേക്ക് വരാത്ത സാഹചര്യമാണ് ഇന്നത്തെ തലമുറയ്ക്കുള്ളത്. അവിടെയാണ് പ്രശ്നം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെ കണ്ടുപിടിക്കാം. അച്ഛാ, ഞാൻ മദ്യപിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? 1 തീമോഥെയോസ് 5:23 ബൈബിളിൽ പറയുന്നുണ്ട്, ആകയാൽ തന്റെ അജീർണത മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ ആകയാൽ തന്റെ അജീർണത മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ പച്ചവെള്ളം മാത്രമല്ല അല്പം വീഞ്ഞും കൂടെ കഴിക്കാൻ. ബൈബിൾ വചനം പറയുക. അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ വല്ലപ്പോഴൊക്കെ ഇച്ചിരി കഴിക്കും. ആപ്പിറ്റൈസർ എന്നുള്ള നിലയിൽ കഴിക്കും. വളരെ മാന്യമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ലിമിറ്റഡ് ഓവർ ദോഷമൊന്നും ഉണ്ടാകുന്നില്ല. പലപ്പോഴും എനിക്ക് DCC എന്ത് വേണം പറയാം. DCC ഭാരവാഹിയോട് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. കർണാടക ഇവിടെ 12,000 ഔട്ട്ലെറ്റുകളുണ്ട്, 12,600. കേരളത്തിലെ ആകെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 1,500 പഞ്ചായത്ത് മറ്റേ ഉള്ളൂ. ആ ഒരു പഞ്ചായത്തിൽ ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ 1,500 പഞ്ചായത്ത് കേരളത്തിൽ ഇല്ലപ്പോ. നിങ്ങൾ ഒരുപാട് പഞ്ചായത്ത് ഔട്ട്ലെറ്റുകളെങ്കിലും സ്ഥാപിക്കുക. അത് ചെയ്തു തരിക. ഈ കഞ്ചാവും ഈ MDMA ഒന്നും കിട്ടുന്ന പോലെ അത്ര ഈസി. കഞ്ചാവും MDMA ഒക്കെ നമ്മൾ നിർത്തും. കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നോണ്ട് പ്രോത്സാഹിപ്പിച്ച ഗവൺമെന്റ് അല്ല, അടിവേര് ഇറക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അടിവേര് പെരുമ്പാവൂരിൽ കണ്ടില്ലേ? പെരുമ്പാവൂർ അവരുടെ മടയിൽ കയറി കേക്ക് അവരുടെ മടയിൽ നിന്ന് നമ്മളത് തീർക്കും. അത് ഈ സർക്കാരിന്റെ നയമാണ്, ഈ സർക്കാർ ഉറച്ച തീരുമാനമാണ്. ആ വരുന്ന വഴിയും കോൺഗ്രസ്സുകാർ ഈ കച്ചവടം നിർത്തിയ പകുതി കുറയും. ആലപ്പുഴയിലെ ഷാനവാസിനെ അറിയോ? നിതിൻ എന്താ പ്രശ്നം അറിയോ? പാർട്ടിയുടെ കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പൊ ആലപ്പുഴ ഷാജാൻ ഉണ്ടായോ? ലോറിയിലാണ് കിടത്തിയത്. ഈ സുധാകരനായിട്ടുണ്ടായ പ്രശ്നം ഈ മറ്റേ അദ്ദേഹം ഉണ്ടല്ലോ, എന്താ അദ്ദേഹത്തിന്റെ പേര്? സജി ചെറിയാൻ. സജി ചെറിയാൻ ഈ ലഹരി കച്ചവടക്കാരൻ ഷാനവാസിനെ പിന്തുണച്ചാണ് സുധാകരനായിട്ടുള്ള പ്രശ്നം. ഒന്ന് പോയി സ്വന്തം പാർട്ടിയുടെ കാര്യങ്ങൾ. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ചോദിക്കേണ്ടത് ഒരു കാര്യം തിരിച്ചു കൊണ്ടുവന്നു. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ കുറച്ചുകൂടെ ലളിതമായ ചില പണ്ട് മുതലേ ഞങ്ങളുടെ ഡിമാൻഡ്സ് ഉണ്ട്. അതായത് ഔട്ട്ലെറ്റുകളുടെ നമ്പറുകൾ കൂട്ടുക, ഈ ഔട്ട്ലെറ്റ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. അത് ചെയ്യാനും കൂടെ സർക്കാർ തീരുമാനിച്ചാൽ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ഈ മദ്യത്തിനെ എതിർത്ത് സംസാരിക്കുന്നവരുണ്ടല്ലോ, ഇത്രയും പേരുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് ഉപയോഗിക്കാത്ത അതൊന്നും അല്ല. മറ്റേ ഇന്നസെന്റിന്റെ ഒറ്റ ചോദ്യം. ഈശോയെ, പണ്ട് കാനായിലെ കല്യാണ വിരുന്നിലെ വീഞ്ഞാണ് വർദ്ധിപ്പിച്ചത്. കാനായിലെ കല്യാണ വിരുന്നിലെ വീഞ്ഞാണ്
വർദ്ധിപ്പിച്ചത്, ബക്കാടിയല്ല. ഒരു സെക്കൻഡ്. നേരത്തെ വീട്ടിൽ നിന്ന് പുറക്കോളൂ, ഇപ്പൊ അല്ലല്ല, എനിക്ക് തോന്നുന്നറിയോ, നേരത്തെ കുട്ടി ഒരു കാര്യം പറഞ്ഞനുസരിച്ച് വീട്ടിൽ സ്വീകരണം സംഘടിപ്പിക്കും. ഓക്കെ, റെഡി. കുരുവിള സാറേ, വീട്ടിലായോ? ഈശോ അടക്കം വീഞ്ഞു കുടിച്ചാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഈശോ വീഞ്ഞും മീനുമാണ് കഴിച്ചത്. കാനായില് വീഞ്ഞു കൊടുത്തത് കർത്താവ് കുടിക്കാൻ വേണ്ടിയല്ല, അവിടെ തികയാത്തവർക്ക് കൊടുത്താണ്. നമ്മുടെ മാനസികാവസ്ഥയുടെ കുഴപ്പമാണ്. തെറ്റ് മാത്രം കണ്ട് അതിനെ തന്നെ ഇത് ചെയ്യുന്നത് തെറ്റാണിത്. ഈ മദ്യത്തിന്റെ ഉപയോഗവും അത് പല കൾച്ചറിൽ പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. പല കൾച്ചറിൽ അത് വ്യത്യസ്ത രീതിയിലാണ് പലരും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ കേരളത്തിലെ കൾച്ചർ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള മദ്യം ഉപയോഗിക്കുന്ന അൺഹെൽത്തിയാണ്. ഓക്കെ, അത് പറഞ്ഞിരിക്കെ തന്നെ അൺഹെൽത്തി ആയിട്ട് എപ്പോഴും ഫിറ്റ് ആവുക എന്നുള്ളൊരു കൺസെപ്റ്റ് പൊതുവെ ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടുതലാണെന്ന് കരുതുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഈ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നുള്ള കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷേ ഈ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ഓരോ എപ്പിസോഡും നമ്മൾ റിട്രോസ്പെക്റ്റീവായിട്ട് ചിന്തിച്ച് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മദ്യപിച്ചിരുന്നത് റെസ്പോൺസിബിൾ രീതിയിലായിരുന്നോ? കാരണം മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിൾ രീതിയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ഒരു മറയാണോ ആ വാദഗതി? അതൊരു കൺസെപ്റ്റ് ആണ്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പറയും ആ എക്സ്ക്യൂസിൽ തുടങ്ങും. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പെഗ് ആണെങ്കിലും എത്ര ആണെങ്കിലും ചെന്ന് കഴിയുമ്പോൾ തലച്ചോറിൽ പരിവർത്തനം ഉണ്ടാകുന്നു ഒരു വിത്തിൻ 30 മിനിറ്റ്സ്. ആ പരിവർത്തനം വന്നു കഴിയുമ്പോൾ പിന്നെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടുന്നു. തലച്ചോറാണ് പിന്നെ നിയന്ത്രിക്കുന്നത്. പിന്നെ വേണമെന്ന് തോന്നുന്നു. അപ്പൊ റെസ്പോൺസിബിലിറ്റി നഷ്ടപ്പെടുന്നു, ഇറസ്പോൺസിബിൾ ആകുന്നു. അതാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള ചർച്ച പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വീര്യം കുറവാണെങ്കിലും ശരി കൂടുതലാണെങ്കിലും ശരി റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു സംഗതിയുണ്ട്. കാരണം വളരെ ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രമാണ് ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് റിസ്ക് നമ്മൾ നേരത്തെ അസസ് ചെയ്ത് അവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. ഒന്ന്. രണ്ടാമത് ഓൾറെഡി അടിമത്തത്തിലേക്ക് വന്ന ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. കാരണം അവരെ മോണിറ്റർ ചെയ്ത് അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവർക്ക് ചികിത്സ കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. ചികിത്സയുടെ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അത് സൈക്കാട്രിസ്റ്റിന്റെ സൂപ്പർവിഷൻ വളരെ കുറവാണ്. അവിടെ ആ മേൽനോട്ടം സൈക്കാട്രിസ്റ്റിനെ ഏൽപ്പിച്ച് ചികിത്സിച്ച് ആ തരത്തിൽ പിന്നെ ഫോളോ അപ്പ് ആവശ്യമാണ്. സാധാരണഗതിയിൽ ചികിത്സിച്ച് ഡിസ്ചാർജ് ആക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വഴിയെ പിന്നെ ആരും നോക്കത്തില്ല. അങ്ങനെയല്ല, അവരെ റീഹാബ് ചെയ്ത് അവരുടെ ഫോളോ അപ്പും വളരെ ആവശ്യമാണ്. വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന മറയാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ. വരുമ്പോ കാണാം മദ്യം ഉപയോഗിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവര്. അവർ എത്ര കുറഞ്ഞ ശതമാനമാണെങ്കിലും അവർ സമൂഹത്തിനും വീട്ടിനും നാട്ടിനും എല്ലാവർക്കും തലവേദനയാണ്. സ്വർണത്തിന്റെ അഡിക്ഷൻ, എല്ലാ കാര്യത്തിനും അഡിക്ഷൻ ഉണ്ട്. മദ്യം മാത്രമല്ല, സ്വർണ്ണം. ചർച്ച ഇപ്പൊ മദ്യമല്ലേ, അതുകൊണ്ടാണ് മദ്യത്തിന്റെ പേര് പറയുന്നത്. ഓരോ കാര്യങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ട്. ഓരോ വ്യക്തിയും ഇവിടെ ഇരിക്കുന്ന 5 പേർക്ക് ഓരോ അളവിൽ മദ്യം നൽകി കഴിഞ്ഞ് അവരത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന ഇഫക്റ്റും ഇമ്പാക്റ്റും അവരുടെ റെസ്പോൺസ് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മദ്യപിക്കാതെ സ്വബോധത്തോടെ കൂടെ എടുക്കുന്ന തീരുമാനമാണെങ്കിലും മദ്യപിച്ചു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ബേസിക് അവബോധം, ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളത് അത് ചെറുപ്പത്തിലെ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുക. ഇതിന്റെ ഹാംഫുൾ ഇഫക്ട്സിനെ പോലെ തന്നെ പഠിപ്പിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട സംഭവം തന്നെയാണ്. മാഡം ഡോക്ടർ പറഞ്ഞ കറക്റ്റാണ്. അതുപോലെ സ്വിമ്മിങ് എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കണം. അതുപോലെ മദ്യം ദോഷമാണെന്നുള്ളത് സ്കൂളുകളിൽ പഠിപ്പിക്കണം. അല്ല നമ്മൾ ഈ വലിയ ആളുകൾ ഇരുന്ന് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് സാറ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിന് വേണമെന്നും പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മളൊരു ഗ്രൂപ്പ് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോ രണ്ട് പെഗ് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് കാര്യഗൗരവമായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട്. നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ പറ്റാറുണ്ട്. ഞാനൊരു അഡ്വർടൈസിംഗ് പ്രൊഫഷണൽ. ക്യാമ്പയിനുകളും ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. എത്ര ക്യാമ്പയിൻ നിങ്ങൾ കണ്ടിട്ടുള്ള ക്യാമ്പയിൻസ് ചെയ്തിട്ടുണ്ട്. മാഡം പറഞ്ഞതുപോലെ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ദോഷഫലം ഇപ്പൊ നമുക്ക് ലഹരിക്കെതിരായ പോരാട്ടങ്ങളും അതിനുള്ള ഒത്തിരി അധികം അവയർനെസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെറുപ്പം മുതലേ കുട്ടികളെ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നാൽ അതിന്റെ ഉപയോഗം നമുക്ക് ലെവൽ ചെയ്ത് കുറച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ മാത്രമേ കാറ്റഗിസം ക്ലാസ് മാത്രമല്ല എല്ലായിടത്തും ഇത് പഠിപ്പിക്കും. എല്ലായിടത്തും സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ വന്നാൽ അവിടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലായിടത്തും ആത്മീയത മാത്രമല്ല സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ കൂടെ പഠിപ്പിച്ചു കൊടുത്താൽ സമൂഹത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഒരു നല്ല ജനറേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തേക്ക് പോവാണ്. നിതിൻ, യഥാർത്ഥത്തില് നിങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ, കാരണം കേരളത്തിൽ ബാറുകൾ തുറന്നു കൊടുത്തു എന്നുള്ളൊരു പ്രശ്നം നിങ്ങളുടെ മേളിലും ഉണ്ട്, അത് അവർ ഉന്നയിക്കുന്നത് ഒരു പ്രശ്നമല്ല. അല്ല, ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? തെറ്റിദ്ധരിപ്പിക്കില്ല. കേരളത്തിൽ കാലാകാലങ്ങളായി തുറന്നു വന്നിരുന്ന ബാറുകൾ ഒരു രാഷ്ട്രീയ തർക്കം KPCCയുടെ പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായി VM സുധീരനും ഉമ്മൻചാണ്ടിയുടെയും തർക്കത്തെ തുടർന്ന് ഒരടിസ്ഥാനവുമില്ലാതെ അടച്ചുപൂട്ടുകയാണ്. അതാണ് ഉണ്ടായത്. അതിനുശേഷം വന്ന LDFന്റെ ഗവൺമെന്റ് അതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ നയം ഇതാണ്, മദ്യവർജനമാണ്. മദ്യനിരോധനം എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു സമൂഹത്തിനകത്തും ഒരു സംസ്ഥാനത്തിനകത്തും നടപ്പിലാക്കി വിജയിച്ചിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് മദ്യനിരോധനം എന്ന നിലപാട് ഞങ്ങൾക്കില്ല. ബാറുകൾ അടച്ചുപൂട്ടണം എന്ന നിലപാട് ഞങ്ങൾക്കില്ല. അതേസമയം മദ്യവർജനം, വിമുക്തി അല്ലെങ്കിൽ ആ ലഹരിക്കെതിരായ നിലപാടുകൾ സമൂഹത്തിനകത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വീര്യം കുറഞ്ഞ മദ്യത്തെയോ വീര്യം കൂടിയ മദ്യമുള്ളൊരു നാട്ടിൽ വീര്യം കുറഞ്ഞ മദ്യം വെക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? അപ്പൊ അതിനല്ല ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങളിവിടെ പറഞ്ഞ ഒരു സമൂഹത്തിലുണ്ടായി ഇപ്പൊ ഒരു പുതിയ പ്രശ്നം എന്താ, ഒരു നികുതി നിങ്ങൾ കുറയ്ക്കുന്നു. സാധാരണ നികുതി നമ്മൾ എപ്പോഴാണ് കുറയ്ക്കുക? കൺസപ്ഷൻ കൂട്ടാനും പുതിയ ആളുകൾ അതിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ് നികുതി സാധാരണഗതിയിൽ. ഇപ്പോൾ ഇതിൽ തന്നെ ഇലക്ട്രിക് കാറിന്റെ നികുതി അല്ലെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് 3% VD സതീശൻ കുറച്ച്. എന്തിനാണ്? ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ സാധാരണ നികുതി കുറയ്ക്കുന്ന അതിനാണ്. ഇവിടെ നികുതി കുറച്ച് കൊടുക്കുമ്പോൾ അതിന്റെ ഗുണഫലം കിട്ടുന്നത് ഒരേ ഒരു 90% മാർക്കറ്റ് ഷെയറുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയാണ്. ആ കമ്പനി ആണെങ്കിൽ 10 കൊല്ലമായി 12 കൊല്ലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു അഴിമതി ഉണ്ട്. ഇത് പറഞ്ഞത് 1.5 മാസം മുമ്പ് VD സതീശൻ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാവുമ്പോൾ ആ കാര്യം നടപ്പിലാക്കി കൊടുക്കുന്നുവെങ്കിൽ അതിലൊരു സംതിങ് നടന്നിട്ടുണ്ട്. അത് കേരളത്തിൽ എങ്ങനെയാണോ ബാറ് പൂട്ടിയപ്പോൾ കേരളത്തിൽ K ബാബുവിന് രാജിവെക്കേണ്ടി വന്നത്, UDF ഉണ്ടായിരുന്ന KM മാണി പുറത്തുപോയത്, അതിൻ്റെയൊക്കെ തുടർചലനം ഉണ്ടായതുപോലെ ഈ പറയുന്ന ഇപ്പൊ ധനബില്ലിൽ ഉൾപ്പെടുത്തി ഈ കമ്പനിയെ സഹായിച്ച VD സതീശന്റെ നിലപാടുണ്ടല്ലോ, കാപട്യമാണ്. UDFന് ഇനി നയത്തിൽ ഇത് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും നടപ്പിലാവാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല, ഇവർക്ക് ഇതിലെല്ലാം അഴിമതി തോന്നുന്നതിന്റെ കാര്യം ഈ പൈസ തരം മേടിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ബക്കാടി എന്ന് പറഞ്ഞ പേര് ആദ്യമായിട്ട് വന്നത് ഈ ഇതിലാണെന്നാണ് ഇവർ പറഞ്ഞ ആദ്യം, ഇല്ലേ? തിരുത്തേണ്ടി വന്നു. ബക്കാടിക്ക് അഡ്വർടൈസ്മെന്റ് ഇവർ കൊടുക്കുക. ഇവരുടെ ആദ്യത്തെ ആരോപണം എന്തായിരുന്നു? ആദ്യത്തെ ആരോപണം എന്തായിരുന്നു? VD സതീശന് ബക്കാടിയുടെ മണം. അങ്ങനെയാണെങ്കിൽ ആദ്യം 600 കോടിയുടെ അഴിമതി ആരോപിച്ചിരിക്കുന്നു. അത് 6000 കോടി വരെ പറഞ്ഞവരാണല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ ഇവർക്ക് വെറും വാപോയ കോടാലികളാണ്. അതുകൊണ്ട് അതിൽ കാര്യം വാപോയ കോടാലിയായിട്ട് പറയുന്നതാണ്. നോക്കി ഞാൻ പറഞ്ഞതാ, ഇതിന് ബക്കാടി എന്ന് പറഞ്ഞ് കേരള സർക്കാരിന്റെ ഫയലിൽ ആദ്യം പേരെഴുതിയത് MV ഗോവിന്ദനാണ്. അപ്പൊ ബക്കാടിക്ക് ഒരു മിനിറ്റ് ബക്കാടി മണക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ബക്കാടി മണക്കുന്നുണ്ടെങ്കിൽ അത് MV ഗോവിന്ദനെയാണ് മണക്കുന്നത്. MV ഗോവിന്ദനാണ് മണക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ അത്രയും നിലവാര തകർച്ചയില്ല. MV ഗോവിന്ദനെ ബക്കാടി ഗോവിന്ദൻ എന്ന് വിളിക്കാനുള്ള നിലവാര തകർച്ച എനിക്കില്ല. അത് നിങ്ങൾ ദൗർബല്യമായി കാണുന്നു. അതിനുശേഷം അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടാക്കി, കാറ്റഗറൈസ് ചെയ്തു. ആ കാറ്റഗറൈസ് ചെയ്ത് അബ്കാരി ചട്ടത്തിൽ ഭേദഗതി ചെയ്തു. ഇതെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം ടാക്സ് തീരുമാനിച്ചില്ല. ടാക്സ് തീരുമാനിക്കാൻ വേണ്ടി പ്രപ്പോസ് വന്നപ്പോൾ ആ ടാക്സ് ഇപ്പോൾ ഉള്ള ബിയറിനെയും വൈനിനേക്കാൾ കൂടുതൽ 120, 175 ഫിക്സ് ചെയ്ത് കൊടുത്ത VD സതീശനാണ് ഇതിനകത്ത് അഴിമതി നടത്തിയെന്ന് പറഞ്ഞാൽ പണം മേടിച്ച് പെട്ടിയിൽ വെച്ചതിന്റെ കുത്താണ് ഇപ്പോൾ ഓർക്കുള്ളത്. അത് പുറത്ത് അല്ലെങ്കിൽ അവസാനത്തെ പൈസ കിട്ടിയിട്ടുണ്ടാവില്ല. പറഞ്ഞുറപ്പിച്ച കച്ചവടത്തിലെ അവസാനത്തെ പൈസ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് MP രവീശ് ചോദിക്കുന്നത്, എത്ര കിട്ടി എനിക്ക് തരാന്ന് പറഞ്ഞാൽ തന്നില്ലല്ലോ. നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതരാവില്ല.
എത്ര കിട്ടി എന്ന ചോദ്യം അല്ല നോക്കൂ അല്ല ആണ് ബക്കാടിയിൽ കുളിച്ചവരാണ് ഗോവിന്ദൻ. ബക്കാടിക്ക് വേണ്ടി വിടുവേല ചെയ്തവരാണ് ഗോവിന്ദൻ. ബക്കാടിക്ക് വേണ്ടി ഉദ്യോഗസ്ഥരെ പോലെ ഓഎസ്എസിന് വേണ്ടി ഏറ്റെടുത്ത ആളല്ലേ ഓഎസ്എസിന് വേണ്ടി ഞാനും ചോദിക്കട്ടെ, പാലക്കാട് ഒരു മിനിറ്റ് ഒറ്റക്കാരും പാലക്കാട് എലപ്പള്ളി പാലക്കാട് എലപ്പള്ളി ബ്രീവറി കൊണ്ടുവരാൻ പോയി ഇല്ലേ, വലിയ വിവാദം നടന്നു. നിങ്ങൾ ഇന്ന് വരെ ആ OSSന്റെ ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരായിരുന്നു വാദം ഉന്നയിച്ചത്? OSSന്റെ മാനേജറെ പോലെ MP രാജേഷ്. എത്ര കിട്ടിന് ഇതിനെ? എത്ര മേടിച്ചു? ഈ രാജു പി നായർ വന്ന് പറഞ്ഞ ഒറ്റ മിനിറ്റ്. ഇപ്പോ ഈ ചോദ്യം ആദ്യം ഉന്നയിച്ചത് ആരാ? കേരളത്തിന്റെ സമൂഹത്തിൽ എത്ര കിട്ടി എന്ന് ചോദിച്ചാളിന്റെ പേര് വി ഡി സതീശൻ എന്ന. അപ്പോ തിരിച്ച് ചോദിക്കും, തിരിച്ച് വി ഡി സതീശനല്ല ചോദിക്കും. അതിന് പേടിച്ചിട്ട് കാര്യമില്ല, രാജു പേടിച്ചിട്ട് കാര്യമില്ല. ആദ്യം കൃത്യപ്പെടുത്തുന്നേ മനസ്സിലാക്കിപ്പിക്കേ. സുധീരൻ മനസ്സിലാക്കിയാൽ മതി. മറ്റുള്ളവരിൽ മണം തപ്പാട് ബക്കാടിയിൽ കുളിച്ച ഇവര് തമ്മിൽ നല്ല വാഗ്വാദം നടക്കുന്നുണ്ട്. എത്ര വാങ്ങിയുള്ള കണക്കുകളും എത്ര കൊടുത്തുള്ള കണക്കുകളും വരുന്നുണ്ട്. കേക്ക് ആണോ? അങ്ങനെ ആകാതിരിക്കുക. കൺക്ലൂഡ് ചെയ്യുമ്പം അതായത് ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്കായി. പക്ഷെ ഇതിൽ എത്ര കിട്ടി എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അപ്പൊ എന്തായാലും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ ഇപ്പൊ ഈ ചർച്ച കഴിയുമ്പോ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര കിട്ടി എന്നുള്ളത്. ഏകദേശം ഒക്കെ പിടികിട്ടിട്ടുണ്ട്. അടുത്തത് എത്ര വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഇതെല്ലാം കൃത്യമായിട്ട് പുറത്തു വരാനിരിക്കുകയാണ്. അപ്പൊ ഇതിൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്. അതായത് ഈ IMFL ഒക്കെ അതുവഴി പോവുകയും ചെയ്യും, പുതിയ ഒരു പാക്കേജ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതിലേക്ക് വരാനുള്ളത് ഈ പറയുന്ന വി ഡി സതീശന്റെ പൂച്ച എണീപ്പിച്ച് വിട്ടിട്ട് അതിലേക്ക് ഇടുകയും ചെയ്യും. അതിന് ഇവിടെ ബലി കൊടുക്കാൻ പോകുന്നത് ഈ കേരളത്തിലെ തലമുറയാണ്. ഇത് ഇപ്പം ഈ ബക്കാടി എല്ലാം കൂടെ 5 കോടിയുടെ പരസ്യം പോയി. അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നോണ്ട് ഇതില് വലിയൊരു മോലെ കാണുന്നുമില്ല. വലിയൊരു അഴിമതിക്കുള്ള ഒരു പ്രസക്തി ഒന്നും ഇതിലില്ല. 2014 ബാറുകൾ അടച്ച് നിങ്ങൾ ഹാപ്പിയാണോ? അല്ല ഇതുകൊണ്ട് പറഞ്ഞോട്ടെ, ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ബാറുകൾ തുറന്നത് ടൂറിസത്തിന് ഒരുപാട് ഗുണം ചെയ്തു. അതുപോലെ സമയം നീട്ടി കിട്ടിയത് അത് ഈ വെഡിങ് ആൻഡ് മൈസ് ആ ഒരു ഘടകത്തിന് ഭയങ്കര ഉപകാരമാണ് അത്. കാരണം ഒരു 30 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സിന് കേരളത്തിലേക്ക് വരുമെന്നാണ് വെഡിങ് ആൻഡ് മൈസ് കോൺക്ലേവിന്റെ നടത്തുന്ന ആളുകൾ ഓൾ ഇന്ത്യ. ജയ്പൂരൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്നത്. അങ്ങനെയുള്ള ഉപകാരങ്ങൾ LDF ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ UDF ഗവൺമെന്റ് ഇതുപോലെ ചെയ്യണം. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നത് വഴി ഉപകാരങ്ങളേ ഉള്ളൂ ഇതിനൊക്കെ ടൂറിസത്തിന്. ഇവര് അഴിമതി അതും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. എന്തായാലും മദ്യം നിരോധിച്ചാലും ഒന്നും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല, അത് വിജയിക്കത്തുമില്ല. ലോകത്തൊരു രാജ്യത്തും ഒരു സ്ഥലത്തും മദ്യം നിരോധിച്ചിട്ട് ഇനിയിപ്പോ ഇവര് ഈ മദ്യവർജന പ്രസ്ഥാനം എന്നുള്ളത് കളഞ്ഞിട്ട് ലഹരിക്കെതിരെ അവർ ഫൈറ്റ് ചെയ്യുക, മദ്യം ഉപേക്ഷിക്കുക. മദ്യം ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, എവിടെയൊക്കെ ലഹരി ഈ മദ്യം നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെയൊക്കെ ലഹരി വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ഒന്ന് മാറ്റിപ്പിടിക്കാം. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് അത് ഞങ്ങൾ മാറ്റിപ്പിടിക്കാം. ലഹരിക്കെതിരെ നമുക്ക് ഒന്നിച്ചു പോകാം. താങ്കൾ ചെയ്തതുപോലെ ലഹരിക്കെതിരെയുള്ള യാത്ര, അതുപോലുള്ള ചെറുപ്പക്കാരെ നമുക്ക് ഇതിന് രക്ഷപ്പെടുത്താം. ഇപ്പം മദ്യം ഉപയോഗിക്കുന്ന കണക്കനുസരിച്ച് 50 മുതൽ 60 വയസ്സിലുള്ള ആൾക്കാർ മാത്രമേ മദ്യം ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ യങ്സ്റ്റേഴ്സ് എല്ലാം മറ്റേ സൈഡിലേക്ക് പോകുക, ഏതെങ്കിലും രീതിയിലുള്ള ലഹരിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള മാർഗം ആലോചിക്കാം. കഴിഞ്ഞു. താങ്കൾ എന്താ പറയാമെന്നോ? അല്ല സാറേ, കൂടിയതായാലും കുറഞ്ഞതാണെങ്കിലും മദ്യം സമൂഹത്തിന് ആവശ്യം തന്നെയാണ്. കാരണം അത് കാലാകാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, അത് നിർത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ഈ ചെറിയ വീര്യത്തിലൊക്കെയുള്ള മദ്യങ്ങൾ കൊടുക്കട്ടെ, ആളുകൾ ആവശ്യത്തിന് കഴിക്കട്ടെ, ടൂറിസം ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ആവട്ടെ. കാരണം സമൂഹം ഇല്ലാണ്ടാവരുത്.
കാരണം ടൂറിസം ഡെവലപ്പ് ആവണം. എല്ലാ ലഹരി ഉപയോഗവും മറ്റു ചില പ്രശ്നങ്ങളുടെ പുകമറയാണ്. അവിടെ യഥാർത്ഥ പ്രശ്നത്തിന് നമ്മൾ പറയുന്ന കാര്യം നിദാന പരിവർജനം എന്നാണ്. യഥാർത്ഥ കാരണം എന്താന്ന് കണ്ടെത്തി അത് പരിഹരിച്ചാൽ ലഹരിയിൽ നിന്ന് വിമുക്തി ഉണ്ടാവും. അവസാനിപ്പിക്കാം. മദ്യം ലഹരി തന്നെയാണ്, അതിനകത്തൊരു സംശയം വേണ്ട. എല്ലാ ലഹരി പദാർത്ഥത്തിന്റെ കൂടെ ഇതിനെ ഉൾപ്പെടുത്താം. പിന്നെ ചെറിയ മദ്യമാണെങ്കിലും വീര്യം കുറഞ്ഞതാണെങ്കിലും വീര്യം കൂടിയതാണെങ്കിലും ഓരോരുത്തരുടെയും തലച്ചോറി വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരാൾക്ക് അതിന് ഡിപ്പെൻഡൻസ് വരത്തില്ലായിരിക്കാം, ആസക്തി കൂടത്തില്ലായിരിക്കാം. പക്ഷേ മറ്റൊരാൾക്ക് അങ്ങനെയല്ല. അവരുടെ ജനിതകം വേറെയാണ്, അവരുടെ ജനറ്റിക് ലോഡിംഗ് വേറെയാണ്, സാഹചര്യം വേറെയാണ്, സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയും വേറെയാണ്. അതുകൊണ്ട് റിസ്ക് അസസ്മെന്റ് ആണ് ഇവിടെ ഏറ്റവും അധികം വേണ്ടത്. എനിക്ക് ലഹരിയിലേക്ക് പോയി അതിൽ അടിമത്തത്തിൽ പോകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. അതിനാണ് കൗമാരക്കാരെ നമ്മൾ വേണ്ട രീതിയിൽ അവബോധം കൊടുത്ത് ഈ തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെയുള്ളവരെ ഇതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തി കൊണ്ടുപോവുകയാണ് കരണീയം. എന്തായാലും ഈ സമൂഹത്തിൽ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുക തന്നെയാണ് ശാശ്വതമായ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറച്ച് കൊടുക്കണമെന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചയും കൂടുതൽ പഠനവും ആവശ്യമാണെന്ന് ഈ സംവാദം കൂടി വിളിച്ചു പറയുകയാണ്. മറ്റൊരു വിഷയവുമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ.